का शुरुआत प्रार्थना गीत से करेंगे। प्रार्थना गीत के लिए हिंदी विभाग के छात्राओं को स्वागत करती हूँ। इतनी शक्ति हमें दे न दाता, मन का विश्वास कमजोर होना। इतनी शक्ति हमें दे न दाता, मन का विश्वास कमजोर होना। हम चले नेक रास्ते पे, हमसे भूल कर भी कोई भूल होना। इतनी शक्ति हमें दे न दाता, मन का विश्वास कमजोर होना। Now, let me invite Dr. Anis Suryek, Assistant Professor of the Department of Hindi, who is the coordinator of the 2-day National Seminar, to deliver the welcome speech. इस 2 दिवसीय राष्ट्रीय संगोष्ठी के मुख्य संयोजक, मध्य प्रदेश कथाएं पुस्तक के समन्वयक, संपादक एवं हिंदी विभाग के सहाय आचार्य डॉक्टर अनीस सुर्यक जी को स्वागत भाषण के लिए आमंत्रित करती हूँ। सभी को मेरा हार्दिक अभिनंदन और नमस्कार। महात्मा गांधी യൂണിവേഴ്സിറ്റി ഭാഷാ സമന്വയ വേദി കോളേജിലെ പബ്ലിക്കേഷൻ വിഭാഗം, മലയാളം വിഭാഗം, ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ എല്ലാം സഹകരണത്തോടെ ഹിന്ദി ബിരുദാനന്തര ഗവേഷണ വിഭാഗം സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ സെമിനാറിൽ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ഡോക്ടർ സിബി ജെയിംസ് സാർ, കോളേജിന്റെ മാനേജർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് തടത്തിലച്ചൻ, ഇന്നത്തെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മധ്യപ്രദേശ് കഥകൾ എന്ന പുസ്തകത്തിന്റെ എഡിറ്ററും ഭാഷാ സമന്വയ വേദിയുടെ പ്രസിഡന്റുമായ ഡോക്ടർ ആർസു, ഈ പുസ്തകത്തിന്റെ കൺസൾട്ടന്റ് എഡിറ്ററായ ഡോക്ടർ പുഷ്പേന്ദ്ര ദുബെ, ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിൽ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റ് സോക്രട്ടീസ് കെ വാലത്ത്, പുസ്തക പരിചയം നടത്തുന്ന ഡോക്ടർ ഷീന ഈപ്പൻ, നമ്മുടെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ തോമസ് കറിയ സാർ, ഹിന്ദി വിഭാഗം അധ്യക്ഷ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, മലയാളം വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ സോജൻ പുല്ലാട്ട്, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ജോബി മാത്യു, ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ, അതോടൊപ്പം ഈ പ്രോഗ്രാം ഓൺലൈനിൽ വീക്ഷിക്കുന്ന ഇൻഡോർ യൂണിവേഴ്സിറ്റിയിലെയും ഭാഷാ സമന്വയ വേദിയിലെയും പ്രിയപ്പെട്ട അംഗങ്ങളെ, ഈ കോളേജിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്ന അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോക പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയായ ഹെലൻ കെല്ലർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. അതെ, യെസ്, ഇന്ന് ഈ ദേശീയ സെമിനാറും മധ്യപ്രദേശ് കഥകൾ എന്ന പുസ്തകവും ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇത് പൂർത്തിയാകുവാൻ വേണ്ടി പ്രവർത്തിച്ച കുറേയധികം സുമനസ്സുകൾ വളരെ ദീർഘകാലമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. നമുക്കറിയാം, ഈ കൂട്ടായ പ്രവർത്തനത്തിൽ ഒരു വശത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും വളർത്തുന്ന നമ്മുടെ പാലാ സെന്റ് തോമസ് കോളേജ് നിൽക്കുമ്പോൾ, മറുവശത്ത് നമുക്കറിയാം ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം തുടങ്ങിയ ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്തയെ മുറുകെ പിടിച്ചുകൊണ്ട് വിവർത്തനത്തിലൂടെ ദേശീയ ഐക്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭാഷാ സമന്വയ വേദിയിലെ അംഗങ്ങളും ഇതോടൊപ്പം ചേർന്നാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത്. ഈ വിവർത്തന സമാഹാരം ഇപ്രകാരം പുറത്തിറങ്ങുന്നതിന് നമുക്ക് എല്ലാ പിന്തുണയും നൽകിയ കോളേജ് മാനേജ്മെന്റിനോടും, പ്രത്യേകിച്ച് പബ്ലിക്കേഷൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ തോമസ് കറിയ സാറിനോടും, അതോടൊപ്പം ഭാഷാ സമന്വയ വേദിയിലെ എല്ലാ അംഗങ്ങളോടും, ഡോക്ടർ ആർസു, ഡോക്ടർ ഒ വാസവൻ, ഡോക്ടർ പി കെ രാധാമണി, പ്രൊഫസർ രമാഭായി കെ ജെ തുടങ്ങിയവരോടുമുള്ള നന്ദിയും കടപ്പാറും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം വിവർത്തനത്തെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. വിവർത്തനം സഭി ഭാരതീയോं को राष्ट्रीय एकता के एक सूत्र में बांधने वाली एक महत्वपूर्ण कड़ी है. വിവർത്തനം എന്നുള്ളത് മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളെയും രാഷ്ട്രീയ ഐക്യത്തിൽ
കോർത്തിണക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിൻ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിൻസിപ്പൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഒരു കലവറയായിട്ടുള്ള, എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ കോളേജിന്റെ ഒരു റിയൽ പ്രോസ്പെറോയാണ് സിബി സാർ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഒരു കാരണം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സിബി സാർ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ പ്രയാണത്തിൽ ഏകദേശം 200 കിലോമീറ്ററോളം 2 ദിവസം സൈക്കിൾ ചവിട്ടിയിട്ട് ഇന്നലെ വൈകിട്ട് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് രാവിലെ വെളുപ്പിന് ഇവിടെ ഈ പ്രോഗ്രാമിൽ സാർ എത്തിച്ചേർന്ന് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അതാണ് സാറിന്റെ ഒരു ആത്മാർത്ഥതയും പ്രതിബദ്ധതയും. നമുക്ക് വലിയൊരു കയ്യടിയോടുകൂടി സാറിനെ ഈ യോഗത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ കോളേജിന്റെ മാനേജറായിട്ടുള്ള ഡോക്ടർ ജോസഫ് തടത്തിലച്ചനാണ്. പല സെന്റ് തോമസ് കോളേജിനെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് വളർത്തുന്നതിന് വളരെ ദീർഘവീക്ഷണത്തോടെ ഈ കോളേജിലെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അവരോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും ആദരവോടെ നിറഞ്ഞ മനസ്സോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭാഷാ സമന്വയ വേദിയുടെ പ്രസിഡന്റ്, ഓൺലൈനിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ആർസുവിനെ കുറിച്ച് ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കും. ഞാൻ PhD ചെയ്യുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രൊഫസേഴ്സ് ചോദിക്കുക, ആർ യു ഫ്രം കേരള, ഡു യു നോ ഡോക്ടർ ആർസു? ഡോക്ടർ ആർസുവിനെ ഡൽഹിയിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹിന്ദിയിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, നിരൂപകൻ, വിവർത്തകൻ എന്ന നിലയിൽ കേരളത്തില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി വിഭാഗം മുൻ മേധാവി എന്ന നിലയിൽ പ്രസക്തനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ വിശിഷ്ട അതിഥി മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റ് ആയിട്ടുള്ള VV വാലത്ത് എന്ന ചരിത്രകാരന്റെ മകനും കൂടിയായിട്ടുള്ള സോക്രട്ടീസ് സാറാണ്. സാറ് ഈ യോഗത്തിൽ മധ്യപ്രദേശ് കഥകൾ എന്ന പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി സന്ദേശം നൽകും. സാറിനെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തില് മധ്യപ്രദേശ് കഥകൾ എന്ന പുസ്തകത്തെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതോടൊപ്പം ഭാഷാ സമന്വയ വേദി അംഗവും CSI കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന കോളേജിന്റെ പ്രിൻസിപ്പളുമായിട്ടുള്ള ഡോക്ടർ ഷീന ഈപ്പൻ ടീച്ചറാണ്. ടീച്ചറെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ വേദിയിൽ ഉപവിഷ്ടിയായിരിക്കുന്ന ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന കൊച്ചുറാണി ടീച്ചറെ ഈ ലോകത്തിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. अभी हमारे इंदौर यूनिवर्सिटी से इस पुस्तक के परामर्श संपादक डॉक्टर पुष्पेंद्र दुबे जी इस कार्यक्रम में जुड़ गए हैं. वो इंदौर के महाराजा रणजीत सिंह के हिंदी विभाग के विभाग अध्यक्ष हैं. उनके साथ उस महाविद्यालय के प्राध्यापक बिंदु शोधार्थी और छात्र छात्रा भी इसमें जुड़े हुए हैं. आदरणीय डॉक्टर पुष्पेंद्र दुबे जी, आपको इस कार्यक्रम की ओर हार्दिक स्वागत. നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന എനിക്ക് എപ്പോഴും പിന്തുണയും സപ്പോർട്ടുമായിട്ട് നിന്ന പബ്ലിക്കേഷൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ തോമസ് കറിയ സർ, മലയാളം വിഭാഗം മേധാവി ഡോക്ടർ സോജൻ പുല്ലാട്ട്, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ജോബി മാത്യു സാർ, മറ്റു കോളേജുകളിൽ നിന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ, ഗവേഷകർ, ഈ കോളേജിലെ അധ്യാപകർ, എല്ലാ വിദ്യാർത്ഥികളെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir.
It gives me immense pleasure to welcome Dr. C.B. James, Principal of St. Thomas College, Palai, who plays a vital role in guiding and shaping the future of our institution for the presidential address. Sir, please. पाला सेंट थॉमस महाविद्यालय के प्राचार्य आदरणीय डॉक्टर सीबी जेम्स सर को अध्यक्ष भाषण के लिए आमंत्रित करती हूँ. Most respected manager of the college, Reverend Monsignor Dr. Joseph Taratil, today's chief guest, Sri Socrates Violet, Dr. Sheena Epen, Dr. Sister Putrani Joseph, Dr. Anish Syriac, Professor Dr. Thomas Skariasa, Dr. Arsu, Dr. Pushpendra Dubey, all distinguished delegates from different institutions, teachers, and dear students. In fact, this is a very important seminar, particularly because it is conducted by the Department of Hindi, which actually was the first postgraduate and research department of this college long back. This college has a history of 75 years, and that's a very long period. We are celebrating the platinum jubilee of our college. And definitely, I don't think any institution in Kerala will have this kind of a claim that the first major academic center of that college is a Hindi department. And this Hindi department is magnanimous enough to incorporate other departments, all language departments, English and Malayalam. And they are conducting a seminar in collaboration with so many other bodies. So this is something that gives a kind of enlightening session for all the teachers, researchers, participants. And the theme of the seminar, something that is talking about national integration, something that talks about translation as a major avenue, tool for national integration. Actually, I think this topic is absolutely wonderful, something that is absolutely apt for a seminar of this kind. But I would say translation is something that leads to some kind of a global integration, not merely national integration. Because any person who is familiar with the history of translation, particularly in Kerala, will gratefully remember people like Dr. R.E. Asher. He was a Scottish person. He came to Kerala, he studied Malayalam, and he translated some of the most difficult works in Malayalam to English, particularly works by people like Vaikom Muhammad Bashir. I think all the students and researchers who are not familiar with R.E. Asher's translation should definitely go through those things, particularly certain hurdles that he faced as he went through this act of translation. When he was translating, actually the story goes that Bashir is immensely untranslatable. Bashir's language is so colloquial that you cannot translate it into any other language. You might have heard about Indupappaikku Aanendarnu. Just think about the title, Indupappaikku Aanendarnu. How do you translate this to English? Now, he formulated some kind of vague colloquial expressions like me, granddad, add an elephant. That is not an apt translation, but translator has got some kind of creative freedom, and translator has to take recourse to methodologies which are suitable for conveying the original meaning or the source language significance to the target language. And R.E. Asher was doing it wonderfully. But one problem that he himself later in interviews stated was the fundamental difficulty of translating Kuriana to English. Sorry, Kuriana, you know the concept. Kuriana is actually the larva of the dragonfly. But the problem is that this entire novel, Indupappaikku Aanendarnu, is built on the contrast between a real elephant and the Kuri Ana. And the way in which the novel ultimately ends, Ndarnu, Kuyana, Kuyana, Pepepe, Mememe, Nyulu Nyulu. This is how Bashir ends the novel. You just read the way in which R.E. Asher, with all his creative acumen, translated the whole thing. And I think that real problem, the central, the crux of the issue, that is Kuriana. And what he did was,
he invented, actually, he coined a new phrase, elephant ant. Elephant ant has nothing to do with Kuriana. But to surmount the difficulty, he coined a phrase, elephant ant, and created this contrast between a real elephant and the kind of pet elephant, you can say, Kuriana, if you literally translate it into English. So this is that kind of an act. And you remember, every time you deal with language, we cannot do away with language. Whatever language you are using, we are always translating. When we are reporting someone else's speech, we are translating. When we are teaching poetry in prose, we are translating within the same language. So translation need not be between different languages. Translation can be done within the same language also. Intersemiotic translations are there from one sign system to another sign system. You can translate a painting into a poem. You can translate a novel into a film. So many kinds of translations are happening every time around us, and so many theories of translation are there. We are always dealing with, particularly people dealing with literature. We are constantly dealing with different theories of translation. So many theories. Researchers are grappling with the intricate issues relating to, pertaining to translation. So this is something that is going on in the literary field, specifically within the world of language, linguistic expressions, linguistic enunciations. So you have to be aware of all these things. And I think the seminar in the Platinum Jubilee year of our college, which comes to the central issue of language. I must say central issue, because the most important issue within language definitely is translation. You have to make language comprehensible to others. That is what translation is doing. So this act of translation, something that brings a community together, a nation together, the world together. I would not have read the works of Gabriel Garcia Marquez. He's a Colombian writing in Spanish. I would not have read those works had they not been translated into English and through English into Malayalam. It's not a direct translation from Spanish to Malayalam. So I would not have read Cholera Kalate Pranayam, Eganthatayude 100 Varshangal. I would not have come across. I read the English translations later. The first translations I read were Malayalam translations, which were actually twofold removed from the original. But I got the experience of those Nobel laureates' novels. So we are all dealing with these kinds of things. Every moment we are talking about language. And I'm thankful to the Department of Hindi, its HOD, Dr. Sister Kochirani Joseph, Dr. Anish Siriek sir, the HODs of English, Malayalam, Thomas Karia sir, who is the head of the publication wing of this college, our dear Father Jubin Jacob is here. He is part of the publication wing, particularly because every student must know the second issue of our journal, Malayalam journal, which we call Palai Journal. We talked about it earlier, I'm not explaining. That already has got the ISSN number. Now, second issue itself, we got the ISSN number. So this is something that is a kind of covetable achievement for a college, particularly because for an autonomous college like ours. So all these things are happening here. Publication is happening, translation is happening. Madhya Pradesh stories are coming to Kerala in our own mother tongue. Plenty of translators, plenty of researchers, plenty of teachers are working behind these things. I congratulate everyone behind these kinds of absolutely erudite endeavors. I sincerely hope that these kinds of attempts take St. Thomas College Palai, all its language departments, to greater and greater heights. That's what we desire. That's what we yearn for as an autonomous college in its 75th year, in its Platinum Jubilee year. Wishing everyone all the best, wishing this program all the best. Thank you all. Thank you, sir, as your words had set the tone for today's event. To inaugurate the seminar and officially launch the book, we have with us Monsignor Reverend Dr. Joseph Tadathil, Manager of St. Thomas College, Palai. Father, we request you to light the ceremonial lamp and officially unveil the book. उद्घाटन भाषण देने और दीप प्रज्वलित करके पुस्तक विमोचन करने के लिए हमारे कॉलेज के प्रबंधक
रेवरेंड डॉक्टर मोन्सेन्योर डॉक्टर जोसेफ तड़तिल जी को आमंत्रित करती हूँ। നമ്മളുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷന് കോളേജിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ സിബി ജെയിംസ് സാറെ, നമ്മളുടെ ഈ മീറ്റിങ്ങിലെ കീനോട്ട് അഡ്രസ് ഓൺലൈനിൽ നൽകുന്ന ഡോക്ടർ ആർസു, ഇൻട്രൊഡക്ടറി മെസ്സേജ് നൽകുന്ന ഡോക്ടർ പുഷ്പേന്ദ്ര ദുബൈ, നമുക്ക് ഇന്നിവിടെ റിലീസ് ചെയ്യുന്ന മധ്യപ്രദേശ് കഥകളെ പരിചയപ്പെടുത്തുന്ന ഡോക്ടർ ഷീന ഈപ്പൻ, അതുപോലെ നമ്മളുടെ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ നമ്മുടെ പുസ്തകത്തിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രിയപ്പെട്ട അനീഷ് ശ്രീക് സാറെ, നമുക്ക് ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങി സന്ദേശം നൽകുന്ന പ്രിയപ്പെട്ട നോവലിസ്റ്റ് കൂടിയായ സോക്രട്ടീസ് കെ വാലാത്ത്, നമ്മളുടെ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് പ്രിയപ്പെട്ട സോജൻ സാറെ, അതുപോലെ ജോബി സാറെ, സിസ്റ്റർ കൊച്ചുറാണി, നമ്മുടെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല ഒരു നേതൃത്വം കൊടുക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട തോമസ് കറിയ സാറെ, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ. ഒരു ചെറിയ കൺഫ്യൂഷൻ നല്ലതാണ്. സ്റ്റുഡൻസ് ആങ്കറിങ് നൽകിയപ്പോൾ ആദ്യം ലൈറ്റ് കത്തിക്കണം എന്നാണ് പറഞ്ഞത്. കോർഡിനേറ്റർ സാർ എന്നോട് പറഞ്ഞു അവസാനമാണെങ്കിൽ റിലീസിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് നടത്താമല്ലോ. ഞാൻ എന്തിനും റെഡിയാണ്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ നടുക്ക് നിൽക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷവും അഭിമാനവുമാണ് സെൻറ് തോമസ് കോളേജ് ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് ഉയർന്നു എന്നുള്ളതല്ല, ആ ഉയർച്ച നമ്മളുടെ അധ്യാപകര്, സഹപ്രവർത്തകര്, നമ്മളുടെ കുട്ടികളെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ടാണ് ഞാൻ ഈ സെമിനാറിനെയും ഇന്നത്തെ നമ്മുടെ റിലീസിങ് സെറമണിയെയും ഒക്കെ കാണുക. എനിക്ക് പ്രത്യേകിച്ചൊരു വാക്ക് ആരംഭത്തിൽ തന്നെ പ്രിയപ്പെട്ട തോമസ് കറിയ സാറിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയട്ടെ. നമ്മളുടെ ഈ പാലൈ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ പീരിയോഡിക്കല് നമ്മൾ ഈ വർഷം ആരംഭിച്ചു. അതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്ന സെക്കൻഡ് ഇഷ്യൂ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ അതിൻ്റെ IS നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു പോയിന്റഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള പരിശ്രമം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ മൂന്നാമത്തെ പുസ്തകമാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ സ്റ്റെപ്പാണ്. നമ്മുടെ ടീച്ചേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, അതുപോലെ സയൻസ് ആൻഡ് ലാംഗ്വേജ് ഫീൽഡിലുള്ള നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എനിക്ക് തോന്നുക ഒരു ഹെൽത്തി കോമ്പീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് വന്നിട്ടുണ്ട്. അത് ആവശ്യമാണ്. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രവർത്തനനിരതമായ ഒരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും നിങ്ങളതിൻ്റെ സാക്ഷികളാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം. ഒപ്പം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട വാഴക്കാപ്പാറ അച്ഛനെ കൂടെ കാണുകയാണ്. അച്ഛന് നമ്മുടെ ലൈബ്രറിയനാണ്. അച്ഛൻ വളരെ നിശബ്ദനായ വലിയൊരു ലൈബ്രറിയനാണ്. ബൈബിളിലെ യൗസേപ്പ് പിതാവിനെ പറ്റി ഞാൻ പറയുക, ബൈബിളിൽ ആരംഭത്തിൽ ഒരു 5-6 പ്രസംഗമുണ്ട്. ബെനദിക്തൂസ്, ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്ന സക്കറിയാസിന്റെ പ്രസംഗം. ഫിയാത്ത്, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസംഗമാണ് സമ്മതം അറിയിച്ചുകൊണ്ടുള്ളത്. ഫിയാത്തും മീഹി സെക്കൻഡും വേർബും പൂവും എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ. മൂന്നാമത്തത് പരിശുദ്ധ അമ്മ തന്നെ പാടുന്ന സ്തുതിഗീതമുണ്ട്, മാഗ്നിഫിക്കാത്ത്, വലിയ പ്രസംഗമായിട്ടാണ് പറയപ്പെടുന്നത്. മാലാഖമാരുടെ ഗ്ലോറിയ എന്ന് പറയുന്ന അടുത്തുണ്ട്. ശിമയോൻ പറയുന്ന നുങ്ക് ദിമീത്തിസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് 6ാമത്തെ പ്രസംഗമാണ് ഇഷ്ടം. എൻ്റെ കൂടി പേരുകാരനായ യൗസേപ്പ് പിതാവിൻ്റെ ഒരു പ്രസംഗം, ഞാനതിനെ വിശേഷിപ്പിക്കുക സീനെ ഗ്ലോസ, വിതൗട്ട് വേർഡ്സ്, വാക്കുകളില്ലാതെ വോളിയംസ് പ്രസംഗിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഏറ്റവും വലിയ പ്രസംഗമാണ്. അതുപോലെയാണ് ഞാൻ വാഴക്കാപ്പാറ അച്ഛനെ കാണുക. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമാണ്. ചില സ്റ്റുഡൻസിനെ പറ്റി അവർ മുഴുവൻ സ്റ്റുഡൻസ് ഒന്നും അല്ല എന്തെങ്കിലും എനിക്ക് സ്റ്റുഡൻ്റാന്ന് പറയുന്ന ഒരു അധ്യാപകർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം കൊള്ളാവുന്ന സ്റ്റുഡൻസിനെ പറ്റി അങ്ങനെ ഒരു അഭിമാന ബോധത്തോടെ പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അങ്കിൾ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. നല്ല ഒരു ഇടവക വൈദികന്, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, ഒരു പക്ഷേ ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും നല്ല പാസ്റ്റർ എന്നൊക്കെ ഞാൻ സൂചിപ്പിക്കും. അച്ഛന് നല്ല നമ്മുടെ ലൈബ്രറി നന്നായിട്ട് കീപ്പ് ചെയ്യുന്നു മാത്രമല്ല, ലൈബ്രറിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ സൈലന്റ് ആയിട്ടിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായ കാഴ്ചപ്പാട്. നമ്മുടെ അടുത്തുള്ള അദ്ദേഹം ലൈബ്രറിയൻ ആയിട്ട് അധികം ആയിട്ടില്ല, നെറ്റ് എടുത്ത് അദ്ദേഹം ലൈബ്രറിയനായി. അത് കഴിഞ്ഞ് നമ്മുടെ ഒത്തിരി കോളേജുകളിൽ അദ്ദേഹം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുക തോമസ് സക്കറിയ സാറിൻ്റെ ഒരു നേതൃത്വവും ജൂബിനച്ഛൻ്റെ വാഴക്കാപ്പറയച്ചൻ്റെ ഒരു നേതൃത്വവും കൂടി വരുമ്പോൾ നമ്മുടെ ലൈബ്രറി തന്നെ മറ്റൊരു ലെവലിലേക്ക്, പുസ്തകങ്ങൾ തീർച്ചയായിട്ടും
അതിൻ്റെ മറ്റു തലങ്ങളുണ്ട് ഡിജിറ്റൽ. ഞാൻ കഴിഞ്ഞ ദിവസം ലൈബ്രറിയെ പറ്റി ചെറിയ ഇത് കണ്ടപ്പോൾ അച്ഛൻ ഇട്ട് കൊടുത്തു. വല്ല കണ്ടോന്ന് എനിക്കറിയത്തില്ല, ഞാനൊരു യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. അച്ഛനെ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഒരു സംതൃപ്തിക്ക് ഇതോടെ അറിഞ്ഞോട്ടെന്ന് ഓർത്തിട്ടൊന്നേ ഉള്ളൂ. അത് ഞാൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ചില മേഖലകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ തലങ്ങളിൽ നന്നായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഉൾപ്പെടെ നമ്മുടെ ടീച്ചേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നല്ല രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞാൻ ഇൻ ബിറ്റ്വീൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷം. അവിടെ നിങ്ങൾ പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക്, പ്രത്യേകിച്ച് അനീഷ് സാറ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകിച്ച് ഞാനും കൂടി നന്ദി പറയുന്നു. പ്രിൻസിപ്പലും എടുക്കണമെങ്കിൽ അത് എൻ്റെയും കൂടെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം ഞാൻ അപ്പോയിന്റ് ചെയ്ത പ്രിൻസിപ്പലാണല്ലോ. അതുകൊണ്ട് ഒരവകാശവും ഇല്ലെങ്കിലും അവകാശമില്ലാത്തടത്ത് നല്ല കാഴ്ച കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പിതൃത്വം അവകാശപ്പെടുക നമ്മുടെ മലയാളിയുടെ ഒരു അസുഖമെന്നോ നന്മയെന്നോ നമുക്ക് വിശേഷിക്കാം. അതിൽ ഞാനും പങ്കുചേരുക. പ്രിയപ്പെട്ട സിവി സാർ, നിങ്ങൾക്കറിയാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രാവീണ്യമുള്ള ആളാണ്. ജെഎൻയുവിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മലയാളത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. സാറിന് ഏതും വഴങ്ങുന്ന ഒരാളാണ്. ഈവൻ പ്രിൻസിപ്പൽ അല്ല, ഞാൻ ഇപ്പൊ സൈക്കിളിൽ ഇരിക്കേണ്ട ആളാണ്. സൈക്കിൾ ചവിട്ടി പോകുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ നമ്മളുടെ പ്രൊസീജിയർ അദ്ദേഹം ആദ്യ ദിവസം തന്നെ അതിന്റെ ഇനാഗുറൽ ഡേയിൽ തന്നെ പോയിരുന്നു. പറ്റുമെങ്കിൽ കേരളം മുഴുവൻ ചുറ്റണമെന്നൊക്കെ പറഞ്ഞാൽ നിന്നത്. അതിനുള്ള ഒരു എനർജി ഉണ്ട്. അവധിക്കാലത്തൊന്നും കിട്ടുന്ന പൈസ ഒന്നും സമ്പാദിച്ചു വെച്ചും വരും തലമുറയെ ദുഷിപ്പിക്കാമെന്ന് വിചാരിക്കുന്നില്ല. കഞ്ഞി കുടിക്കാനുള്ള പൈസ കാണും. ബാക്കി ഞാൻ മനസ്സിലാക്കുന്ന ഫാമിലി ടൂറാണ്. ഈ ഫാമിലി ടൂറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി ടൂർ ഒരു എൻജോയ്മെന്റ് മാത്രമല്ല, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഒപ്പം നമ്മൾ ഈ പണം എന്ന് പറയുന്നത് കറങ്ങേണ്ടതാണ്. ആള് കറങ്ങിയാലേ പണവും കറങ്ങുള്ളൂ. മുഴുവൻ മുടിക്കൊന്നുമില്ല, അധ്യാപകനല്ല. അതുകൊണ്ട് വേണ്ടതൊക്കെ കൈ കാണും. അപ്പോൾ സാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. അതിൽ ഞാൻ തീർച്ചയായിട്ടും വലിയ അഭിമാനത്തോടെ ഓർക്കുന്നു. നമുക്ക് ഇന്ന് നമ്മളുടെ ഇതിൻ്റെ അകത്ത് അപ്പിയർ ചെയ്യുന്ന, നമ്മുടെ ഓൺലൈനിൽ അപ്പിയർ ചെയ്യുന്ന ഡോക്ടർ അർസു ആൻഡ് പുഷ്പേന്ദ്ര ദുബൈ, അവര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഇൻഡോർ യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സാണ്, സാഹിത്യകാരന്മാരാണ്, നിരൂപകരാണ്. വളരെ ആ തലങ്ങളിൽ വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ആണ്. അവരെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതിൽ ഞാൻ സന്തോഷവും സ്നേഹവും ഒപ്പം അറിയിക്കുകയാണ്. ഒപ്പം നമ്മളുടെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഈ പബ്ലിക്കേഷൻ, നമ്മുടെ പലൈ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സോളിഡ് ആയിട്ടുള്ള ലേഖനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ചില അധ്യാപകർ ഒരു ഡിറ്റർമിനേഷൻ അവർക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ടാണ്. ചെയ്യാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്, ചെയ്യണമെങ്കിൽ സാധ്യതകളുമുണ്ട്. അപ്പൊ ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് അല്ല കണ്ടെത്തുന്നത്, ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ ആളുകൾ കൂടുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യണം. ഞാൻ ഈ പള്ളികളുടെയൊക്കെ ചുമതലയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു 171 പള്ളികളുണ്ട് പാലാരൂപതയിൽ. അച്ഛന്മാർ നമുക്കൊരു 498 പേരുണ്ട്. വരുന്ന വർഷം 500 എന്നുള്ള സ്കോർ കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഈ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനെപ്പോഴും പറഞ്ഞത്, വേണ്ട എന്ന് പറയാൻ നമ്മുടെ ആവശ്യമില്ല, വേണം ചെയ്യണം എന്ന് പറയാനാണ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ആവശ്യം. ബാക്കി എന്നാന്ന് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ആ ഗ്രോത്ത് കാണുന്നതിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരം റിസർച്ച് ഫീൽഡുകൾ കാണുന്നതിൽ നമ്മൾ സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സെമിനാർ സിബി സാർ സൂചിപ്പിച്ച പോലെ നമുക്ക് കേൾക്കുമ്പോൾ എന്താ വിവർത്തനവും ദേശീയോദ്ഗ്രഥനവും. ഞാനിങ്ങനെ അടുത്ത കാലത്ത് അതിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഞാൻ ഇവരോടും പറഞ്ഞു. എനിക്കൊരു ഫീഡ്ബാക്ക് വേണം. അവരുടെ തന്നപ്പോഴും എനിക്കല്ലാതെയുള്ളൊരു തിങ്ക് ഇതെന്ന് പറയുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ ഫ്ലറിഷിങ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഫീൽഡാണ് വിവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, അറൗണ്ട് ദ വേൾഡ്. അപ്പൊ ആ റിസർച്ചിനുള്ള നല്ലൊരു സ്കോപ്പ് ഏത് ലാംഗ്വേജിലും സാധിക്കും. നമ്മൾ പറയുകയാണ് ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കറിയാം 100-ലധികം ഭാഷകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഏറ്റവും ആന്റിക് ആയിട്ടുള്ള വേൾഡ് ലിറ്ററേച്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വേദാസ്, നമുക്കറിയാം. അതുപോലെ തന്നെ വേദങ്ങളുടെ തന്നെ പാർട്സ്, സംഹിത, ആരണ്യക, ഉപനിഷത്ത് എന്നൊക്കെ പറയുന്ന പാർട്സും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപനിഷത്ത് ആസച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണക്കാക്കിയാലും വേദങ്ങളുടെ ഭാഗമാകാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണക്കാക്കാം. അത് വേൾഡ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ നമുക്ക് പറയുന്ന നമ്മുടെ ലാംഗ്വേജ്, നമ്മളെ പള്ളിപ്പടം വന്ന സാൻസ്ക്രിറ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. സാൻസ്ക്രിറ്റ് മീൻസ് സംസ്കൃതമാണ്, അല്ലേ? ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഒപ്പോസ് ടു പ്രാക്രിറ്റ് എന്ന് ഞാൻ പറയാം. പ്രാകൃതത്തിന് വിരുദ്ധമാണ് സംസ്കൃതം. അതിനെപ്പറ്റി വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരൊക്കെ കാണും. ആര്യൻ ലാംഗ്വേജ് ആണോ, ദ്രവീഡിക് ലാംഗ്വേജ് ആണോ, ഞാൻ അതിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു വേൾഡിനെ കൊണ്ടുവരിക. ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വിവിധ ഭാഷകളിൽ 10-100 ഭാഷകളിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 10-30 ഭാഷകൾക്കുള്ളിൽ നിന്നുണ്ട് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഉണ്ട്.
ആ കോൺട്രിബ്യൂഷൻസിനെ നമുക്ക് അവൈലബിൾ ആക്കാനുള്ള ഒരു പരിശ്രമമാണ് എനിക്ക് തോന്നുക നമ്മുടെ ഈ എക്സ്പേർട്സ്, പ്രത്യേകിച്ച് ഡോക്ടർ ആർസു, അതുപോലെ തന്നെ നമ്മുടെ പുഷ്പേന്ദ്ര ദുബൈ, പ്രത്യേകിച്ച് നമ്മുടെ അനീഷ് സാറും ഒക്കെ കൂടി നടത്തുന്ന ഒരു വലിയ പരിശ്രമം. അവരിപ്പോൾ ഇന്ന് മധ്യപ്രദേശ് കഥകൾ എന്നുള്ള പേരിൽ പബ്ലിഷ് ചെയ്യുന്ന പീരിയോഡിക് ആ പ്രസിദ്ധീകരണം തന്നെ 27 കഥകളുടെ സമാഹാരമാണ്. അത് വിവർത്തനം ചെയ്തെടുത്തിരിക്കുന്ന, ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി, നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല എക്സ്പേർട്സിനെ തന്നെ ഒരു പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ 2 തരത്തിലാകാം. ഒന്ന്, വളരെ ഫ്ലുവൻസി നോക്കുമ്പോൾ ആളുകൾക്ക് വായിക്കുവാനുള്ള ഒരു ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നോക്കുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഭരണാഗോപ്തി എന്ന് എനിക്ക് പറയാമെന്ന് എനിക്കറിയത്തില്ല ട്രാൻസ്ലേഷനിൽ. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ മീനിങ് നഷ്ടപ്പെടാം. പക്ഷേ വേറെ ചിലപ്പോഴും മീനിങ് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇതിനെ വളരെ ഡ്രൈ ആക്കി കളയാം. ആ വിവർത്തനങ്ങൾ ഇങ്ങനെ അക്ഷരം പെറുക്കി വെച്ചപ്പോൾ ഒന്നുമല്ല. ഞാൻ തന്നെ കേരളത്തിലെ ഈ മാർപ്പാപ്പമാരുടെ എൻസൈക്ലിക്കൊക്കെ പ്രസിദ്ധീകരിക്കുന്ന 2 കൂട്ടരുണ്ട്. ഒരു കൂട്ടർ എനിക്ക് ഇടയെ പ്രൗട്ട് മാറി. അവരുടെ ട്രാൻസ്ലേഷൻ വളരെ കറക്റ്റ് ആണ്, മെറ്റിക്കുലസ് ആണ്, വേർഡ് ബൈ വേർഡിങ് ആണ്, ഇറ്റാലിയൻ ഓർ ലാറ്റിൻ. ദേ വിൽ ഡു ഇറ്റ് എക്സലന്റ്ലി. ബട്ട് അത് വായിക്കണമെങ്കിൽ നമ്മൾ ഒരു 2 പേജ് ചിലപ്പോൾ 2 മാസം എടുത്തു വരും. കാരണം അത് ഒട്ടും മുമ്പോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. വേറൊരു കൂട്ടരുണ്ട്, അവർ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, പക്ഷെ മീനിങ് നഷ്ടപ്പെടാതിരിക്കാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മെച്ചപ്പെട്ടു. അപ്പോൾ അവർ വായന നല്ല സോഫ്റ്റ് ആക്കി എടുക്കും, അതോടൊപ്പം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മീനിങ് നഷ്ടപ്പെടാതെ നമുക്ക് വായിക്കുവാൻ പറ്റുന്ന അവസ്ഥയിൽ വിവർത്തനം ചെയ്യാൻ പറ്റുക, ഞാൻ വിചാരിക്കുന്നു അതൊരു ആർട്ടാണ്. വിവർത്തനം ഒരു കലയും ഒരു ശാസ്ത്രവുമാണെന്നാണ് പറയുന്നത്. ഇതൊരു കല കൂടിയ വലിയൊരു കലയാണ്. കാരണം ഈ അനുവാചകരെ അവിടെ പിടിച്ചു നിർത്തി ഇത് വായിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ആ വിവർത്തനത്തിന് ഒരു ലൈവ്ലിനെസ് ഉണ്ട്. അല്ലെങ്കിൽ ഒറിജിനൽ ഭാഷയിൽ നിന്ന് മാറുമ്പോൾ അത് ഡെഡാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള നല്ലൊരു പരിശ്രമം ഇവർ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ ഈ സെമിനാർ എന്ന് പറയുന്നത് ഈ വിവർത്തനം അല്ലെ ട്രാൻസ്ലേഷന്റെ ഫീൽഡിലെ ഒരു റിസർച്ച് നമ്മുടെ ഈ കോളേജ് ബേസ് ചെയ്തും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുവാനായിട്ട് ഇടവരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, നമുക്ക് കീനോട്ട് അഡ്രസ് ഉൾപ്പെടെയുണ്ട്. എനിക്ക് 1 മണിക്കൂർ കൊണ്ട് പോകണമെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ എടുത്താൽ ശരിയായില്ലോ. ഉടനെ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ ഇത്തരം സെമിനാറുകളിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ നമുക്ക് ഒത്തിരി പേര് പുറത്തുനിന്നുള്ളവരുണ്ട്. ആ സാന്നിധ്യമൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇത് നമ്മളുടെ ഒരു ഓപ്പണിംഗ് ആൻഡ് ആൻ ഐ ഓപ്പണറായിട്ട് മാറട്ടെ സെമിനാർ എന്ന വലിയ ആശംസയോടെ ഈ പുസ്തകം വിവർത്തനം ചെയ്ത് ഇറക്കാൻ സാധിച്ചതിന് പ്രത്യേകിച്ച് അനിഷ് സാറിനും അദ്ദേഹത്തോട് സഹകരിച്ച ഡോക്ടർ പുഷ്പേന്ദ്ര ദുബൈ തുടങ്ങിയ നമ്മുടെ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തലത്തിലെ ഹിന്ദി ലിറ്ററേച്ചറിനെ ഒക്കെ ലീഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആളുകളെ കിട്ടിയതിലുമൊക്കെ ഉള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ സോക്രട്ടീസ് കെ വാലത്ത്, അതുപോലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഷീനയൊക്കെ എത്തിയിരിക്കുന്നവരെയൊക്കെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഡോക്ടർ അനീഷിനെയും അതുപോലെ തോമസ് കറിയാസ് സാറിനെയും പ്രത്യേകിച്ച് ഒരു മെൻഷനിങ് ഫർദർ നടത്തിക്കൊണ്ട് ഞാൻ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഈ സെമിനാറിൻ്റെ ദേശീയ സെമിനാറിൻ്റെ 2 ദിവസത്തെ സെമിനാറിൻ്റെ ഉദ്ഘാടനവും അതുപോലെ നമ്മുടെ പുസ്തകത്തിൻ്റെ റിലീസിങ്ങും അതുപോലെ നമ്മുടെ പാലൈ അതിൻ്റെ 2nd ഇഷ്യൂവിൻ്റെ റിലീസിങ്ങും നടത്തുന്നതായി ഔപചാരികമായി നിങ്ങളുടെ സമ്മതത്തോടെ പ്രഖ്യാപിക്കുന്നു. Father, we request you to officially unveil the book. Accepting the first copy of Madhya Pradesh Kadagal is none other than Socrates K. Walat, a renowned Malayalam novelist.
मलयालम साहित्य के मशहूर उपन्यासकार सोक्रेटिस के वालद जी को इस आयोजन को गौरवान्वित करने और संदेश देने के लिए आमंत्रित करती हूँ। വേദിയിലും സദസ്സിലും ഓഫ്ലൈനായും ഓൺലൈനായുമുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു വിവർത്തനത്തിന് മാത്രമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത്. എഴുത്തു ലോകത്തെ ഒരുപക്ഷെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പാലാ സെന്റ് തോമസ് കോളേജിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ പാരമ്പര്യമുള്ള കോളേജുകളിൽ തന്നെ മുൻനിരയിലുള്ള ഒരു കോളേജാണ് പാലാ സെന്റ് തോമസ് കോളേജ് എന്നറിയാം. അതിൻ്റെ ചരിത്രപരമായിട്ടും വൈജ്ഞാനികപരമായിട്ടും ഒക്കെയുള്ള പ്രാധാന്യം, അതിനെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ധാരണയുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇറങ്ങി കുറച്ച് നിമിഷങ്ങൾ ഇവിടെ ചിലവഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു എനർജി, ഒരു ഊർജം എനിക്ക് കിട്ടി. അത് ഇവിടെ പഠിച്ച് ഇറങ്ങി ഓരോരോ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട ആളുകൾ, അതുപോലെ അവരെ പഠിപ്പിച്ചു വിട്ട കുലപതികളായ വൈജ്ഞാനിക പ്രതിഭകൾ ഒക്കെ, അവരുടെയൊക്കെ ആ നിശ്വാസങ്ങൾ തങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു ഊർജം തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വിവർത്തനം എൻ്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സാഹിത്യ മേഖലയാണ്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും അറ്റത്തെ ഒരു പുസ്തകം തന്നെ ഒരു വിവർത്തന ഗ്രന്ഥമായിരുന്നു. വളരെ ചെറിയ കാലത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ വീട്ടിലൊറ്റയ്ക്ക് കിടക്കുമ്പോൾ, വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ പാരൻസൊക്കെ ജോലിക്ക് പോകും. അപ്പോൾ ബ്രദേഴ്സ് കുറച്ച് ഞാനുമായിട്ട് കുറച്ച് ഏജിൽ വ്യത്യാസമുള്ളതുകൊണ്ട് അവരും വീട്ടിലുണ്ടാവില്ല. ഈ സമയത്ത് നമ്മൾ ഈ വേറെ ഒന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ട് കിട്ടുന്നതെടുത്ത് വായിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വായിച്ച ഒരു പുസ്തകം എൻ്റെ ഓർമ്മയുടെ അറ്റത്തുള്ള പുസ്തകമാണ് ജീൻ ക്രിസ്റ്റൽ ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ. അതൊന്നും ശരിക്കും അതിൻ്റെ ആ ലോകം, അതിൻ്റെ ആ സാഹിത്യ ഭംഗി അതൊന്നും മനസ്സിലാക്കിയിട്ട് വായിക്കുന്നതല്ല. ആ സാഹചര്യത്തിൽ വേറെ ഒന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എത്ര നേരം ഇങ്ങനെ വീടിൻ്റെ ഓടെണ്ണിക്കൊണ്ട് കിടക്കും. വൈകിട്ട് വീട്ടുകാർ വരുന്നതുവരെ ഒറ്റപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പം അങ്ങനെ വായിച്ച പുസ്തകമാണെങ്കിൽ കൂടി അത് മലയാള ഭാഷയിലുള്ള പുസ്തകമല്ല എന്ന് അറിഞ്ഞിട്ടും ആ വേറെ ഏതോ ഒരു ദേശത്തെ ജീവിതവും അവിടുത്തെ മനുഷ്യരനുഭവിക്കുന്ന ആത്മസംഘർഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ വല്ലാതെ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ ആ നോവലിൻ്റെ പേര് മറക്കാത്തത്. അതിൻ്റെ മറ്റ് പല സന്ദർഭങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് വായിച്ചതും ഇന്നത്തെ ഈ ഒരു ടെക്സ്റ്റുമായിട്ട്, നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ടെക്സ്റ്റുമായിട്ട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു ഓർമ്മ ഒരു ഹിന്ദി നോവലാണ്. എൻ്റെ റൈറ്റർ എനിക്ക് ഒരുപക്ഷെ ദുബൈ സാറിന് അറിയാൻ പറ്റുമായിരിക്കും. അപരാധി കോൻ, അതായിരുന്നു ആ നോവലിൻ്റെ ഹിന്ദി ടൈറ്റിൽ. എൻ്റെ പേര് മലയാളത്തിൽ ആരാണ് അപരാധി എന്നാണ്. OP ജോസഫാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എറണാകുളത്തുകാരൻ, എൻ്റെ ഫാദറിൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. അതൊരു ഭയങ്കര നോവലായിരുന്നു. അതായത് യു പിയിലെ ഒരു വളരെ ഇതായിട്ടുള്ള താഴെത്തട്ടിലുള്ള ഒരു പയ്യൻ്റെ കഥയാണ്. ഉമ്മേദ് സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ്റെ കഥയാണ്. ഞാൻ വായിക്കുന്നത് 7th ഒക്കെ പഠിക്കുമ്പോഴാണ്. അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചതാണ്. ഉമ്മേദ് സിംഗിൻ്റെ കഥയാണത്. ഭയങ്കര നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷൻ, ആ നോവലിസ്റ്റിൻ്റെ പ്രസൻറ്റേഷനും
ആ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത ആ മേഖല അല്ലെ ആ കാലത്ത് ആ UP-യിലെ പാർശ്വവൽകൃത ജീവിതം, അവിടുത്തെ ഗ്രാമങ്ങൾ, അവിടുത്തെ ഈ അതുപോലെ UP ചമ്പൽക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലേഖാൻ എന്ന് പറയും, ഖാൻ കാലെ സിംഗ്, അയാള് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്, സുഖദേയി, ശ്യാമ, മറക്കില്ല അതൊന്നും, ഞാൻ അന്ന് വായിച്ചതാട്ടോ. പക്ഷെ അപ്പോൾ അതിനുശേഷം നമ്മൾ എഴുത്തിലേക്ക് വന്നപ്പോൾ നമ്മളെ ഞെട്ടിച്ച കുലപതികൾ എന്ന് പറയാവുന്ന മാർക്കേസിനെ പോലുള്ളവർ, കൂറ്റ്സെ, അതുപോലെ പെഡ്രോ പെരാമോ, ഓൺ റുൾഫോ, പിന്നെ ഹൊസീനി, ഇങ്ങനെ പലരെയും നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ അതിൻ്റെ ഒറിജിനലിലേക്ക് പോയിട്ടല്ല, വിവർത്തനം വായിച്ചിട്ട്. അത് എഴുത്ത് ജീവിതത്തിൽ ഞാൻ ഇവിടെ നമ്മുടെ സാഹിത്യത്തിലെ വായനയ്ക്ക് എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ ഒരു 30% കൂടുതൽ ഞാൻ ഈ വിവർത്തന സാഹിത്യത്തോട് കടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കടപ്പാട് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കും യാദൃശ്ചികമായിട്ട് ഈ ഒരു മീറ്റിങ്ങിൽ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളെ അജ്ഞേയം എന്ന് പറയാവുന്ന തരത്തിൽ ചില സ്ഥലത്ത് നമ്മൾ ഒന്ന് പെടുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുന്നത് ഇവിടെ എന്തോ ഒരു നമ്മൾ റിലേറ്റഡ് ആയതിന് എന്തോ ഒരു കാരണമുണ്ടല്ലോ, അത് ചിന്തിച്ചാൽ കിട്ടും. ഞാൻ ആത്മബന്ധത്തോടെ തന്നെ പറയുകയാണ്, നമ്മൾ ഈ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരിലെയും നമുക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വിലമതിക്കുന്നത് എന്നെ എവിടെയൊക്കെയോ ഇപ്പോഴും ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും അധികം ഈ മാർക്കസിൻ്റെ സാഹിത്യത്തിൽ ഏറ്റവും അധികം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർട്ടോൾഡ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒരു ചെറിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറയുന്നത് അപാരമാണ്. ഈ ക്രാഫ്റ്റിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എഴുത്തുകാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കേണ്ട പുസ്തകമാണ് ക്രോണിക്കിൾ ഓഫ് ദ ഡെത്ത് ഫോർട്ടോൾഡ്. മറ്റേ കൊളതാകാലത്തെ പ്രണയവും ഏകാന്തതയുടെ 100 വർഷങ്ങളും ഒക്കെ അദ്ദേഹം ഇങ്ങനെ കൈയച്ച് എഴുതിയിരിക്കുന്നതാണ്. വളരെ ഫ്രീ ആയിട്ട് ലൂസ് റൈറ്റിംഗ് ആണ് ഏകാന്തതയുടെ 100 വർഷങ്ങളൊക്കെ. അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെയധികം അഭിരമിച്ചെഴുതിയിട്ടുള്ളൊരു വർക്കുകളാണ് അതൊക്കെ. പക്ഷേ ക്രോണിക്കിൾ ഓഫ് ദ ഡെത്ത് ഫോർട്ടോൾഡ് എന്ന് പറയുന്നത് മാർക്കേസ് സ്വയം ഉരുക്കി ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പമാണ്. 20 വർഷം മുമ്പ് നടന്ന ഒരു മർഡർ, ഒരു നാടൻ അന്തരീക്ഷത്തിൽ നടന്ന ഒരു മർഡറിനെ അദ്ദേഹം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ 20 വർഷത്തെ ശേഷം വന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുന്ന, അക്കാലത്തെ ജീവിതത്തെ പറ്റി അന്വേഷിക്കുന്ന, വ്യക്തിബന്ധങ്ങളെ പറ്റി അന്വേഷിക്കുന്ന ഒരു നറേറ്ററിലൂടെ ഈ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഇത് വളരെ ശരിക്കും പറഞ്ഞാൽ ഇന്ദുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. 3 ജനറേഷൻ്റെ കഥയാണ് അത്. ബഷീർ വെറും 3 മെതിയടിയുടെ 3 ശബ്ദം കൊണ്ട് ഒതുക്കി എന്ന് പറയുന്നത് പോലെ ഈ 20 വർഷത്തെ ജീവിതം അത് അദ്ദേഹം ഗംഭീരമായിട്ട് ഒതുക്കിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം വായിക്കുന്നത് പരേതനായ മരിച്ചുപോയ നമ്മുടെ കൃഷ്ണദാസ് സാറ്, ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ പബ്ലിഷർ കൃഷ്ണദാസ് ആദ്യമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അത് എനിക്ക് അതുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആവാൻ കാരണം വെച്ചാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് ഈ ബോൾഗാട്ടി, അതുപോലെ നമ്മുടെ ഈ പറവൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഗോതുരുത്ത്, ഇവിടെയൊക്കെ നടന്ന സംഭവമായിട്ട് തോന്നുന്നു നമുക്ക് ക്രോണിക്കിൾ ഓഫ് ദ ഫോർട്ടോൾഡ് വായിക്കുമ്പോൾ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു നമുക്ക് അന്യമായ ഒരു ഭാഷയിൽ നമുക്കൊട്ടും പരിചയമില്ലാത്ത കുറേ മനുഷ്യരുടെ ജീവിതങ്ങളെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ, ആവേശിപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണത്. അത് ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ മുതൽ ശോഭന പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ആഷർ, അതുപോലെ അനിതയ്യ, അങ്ങനെ ഇങ്ങോട്ട് കെ വി പ്രസന്നകുമാർ വരെയൊക്കെയുള്ള, അല്ലെങ്കിൽ വൈക്കമുരളി വരെയൊക്കെയുള്ള ആളുകൾ ഇത് ചെയ്തിരിക്കുന്ന ആ ഒരു ഫെറി സർവീസ്, ഒരു കടത്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു കരയിൽ നിന്നും വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ഒരു കരയിൽ നിന്നും വേറൊരു കരയിലേക്ക് അനുവാചകരെ, വായനക്കാരെ എത്തിക്കുന്ന ഒരു ഫെറി സർവീസാണ് വിവർത്തനം എന്ന് പറയുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാർക്ക് സാധിക്കില്ല. ഭാഷ അറിയുന്ന എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ജവഹർലാൽ നെഹ്റു വാസ് ദ ഓൺലി സൺ ഓഫ് മോത്തിലാൽ നെഹ്റു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റുവിൻ്റെ മാത്രം മകനായിരുന്നു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത പോലെ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ
ഈ രണ്ട് സംസ്കാരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം, രണ്ട് കാലങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് സാമൂഹ്യ വ്യവസ്ഥിതിയെ നമ്മൾ മനസ്സിലാക്കണം. ഭാഷാ സ്വാധീനവും വേണം, വലിയ പദസമ്പത്ത് വേണം. വലിയൊരു വെല്ലുവിളി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബഷീറിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞ സാറ് പറഞ്ഞോ, അത് വലിയ ബുദ്ധിമുട്ടുള്ള പിടിച്ച പണിയത്. അത് VKN ട്രാൻസ്ലേഷന് ഒട്ടും തന്നെ എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും VKന്റെ ചില ഇതിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എളുപ്പമല്ല. സക്കറിയയെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ സക്കറിയയ്ക്ക് തന്നെ സാധിക്കില്ല. കാരണം അത് പിടികിട്ടാത്ത ചില അപാരമായ പ്രതിഭയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ചില സംഗതികളാണ്. അത് അതൊരു കിറുക്കാണ്. ആ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സൈസ് വട്ടാണ്, ഒരു കിറുക്കാണ്. ആ കിറുക്കുള്ള അപ്പുറത്ത് കിടക്കുള്ള അന്യഭാഷയിൽ അതേ കിറുക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാധിക്കില്ല. അല്ലെങ്കിൽ ജസ്റ്റ് വെറും മിയർ ട്രാൻസ്ലേഷൻ മാത്രമായിട്ട് അത് മാറിപ്പോകും. അപ്പൊ ഇത്രയുമൊക്കെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഏർപ്പാടാണ് ഈ വിവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറ ഇതിനെ ഒട്ടും നിസ്സാരമായിട്ട് കാണരുത്. ഇവരൊക്കെ നമ്മൾ ഇന്ന് വായിക്കുന്ന എല്ലാ നല്ല ഉത്തമമായിട്ടുള്ള വിവർത്തന ഗ്രന്ഥങ്ങളിലൊക്കെ പിന്നിൽ ഒരുപാട് തപസ്യമുണ്ട് അവരുടെ. ഒരു ക്രിയേറ്റീവ് റൈറ്റർ, ഞാൻ എന്നൊക്കെ പോലുള്ളവർ ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി അധ്വാനമുണ്ട് എന്നെ പോലൊരു എങ്കിലും ഒരാളുടെ ഒരു സൃഷ്ടിയെ വേറൊരു ഭാഷയിലേക്ക് എത്തിക്കാൻ. കാരണം ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. പക്ഷേ വളരെ വിഷമത്തോടെ പറയാം, നമ്മുടെ ഈ എഴുത്ത് വ്യവസ്ഥിതിയിൽ വിവർത്തകർ എന്ന് പറയുന്നവർ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് മാറി നിൽക്കുന്നത്. അത് വളരെ ദുഃഖകരമായൊരു സത്യമാണ്. അത് പറയേണ്ട വേദി തന്നെയാണ് ഇത്. കാരണം ഇവിടെ വിവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പാണ് എന്നതുകൊണ്ട് ഞാൻ പറയുന്നതിനെ അതിൻ്റെതായ ശരിയായ അർത്ഥത്തിൽ ഞാനൊരു നെഗറ്റീവ് പറയുകയല്ല. അതായത് ഒരു വിവർത്തനം എന്ന് പറയുന്നത് മലയാളത്തിൽ പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വളരെ ഗൗരവത്തോടെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒരു നോവൽ, ഒരു ഉത്തരേന്ത്യൻ നോവൽ, ഏതെങ്കിലും ബംഗാളി നോവൽ അല്ലെങ്കിൽ മറാത്തി നോവൽ, കന്നഡ നോവൽ ഒക്കെ നിർബന്ധമായിട്ടും ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആനുകാലികങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ശ്രീകൃഷ്ണഹള്ളിയുടെ പാവത്താനും പിന്നെ കാടും ഒക്കെ വായിച്ചത്, വിമൽ മിത്രയുടെ നോവലുകൾ വായിച്ചിട്ടുള്ളത് ഒക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ആനുകാലികങ്ങൾ ഒന്നും തന്നെ ഒരു നോവൽ പോലും പബ്ലിഷ് ചെയ്യുന്നില്ല. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും കഥകൾ ഒറ്റപ്പെട്ട വഴിതെറ്റി വന്നു കയറിയതുപോലെ ചിലപ്പോൾ കാണാറുണ്ട്, അല്ലാതെ ഉണ്ടാവാറില്ല. ഇപ്പോഴും എനിക്ക് എന്നെ പോലെ അന്യഭാഷാ സ്വാധീനം തീരെയില്ലാത്ത ആളുകൾ ഇങ്ങനെ കൊതിക്കുകയാണ്. തമിഴിൽ എന്താണ് ഇപ്പോൾ കണ്ടംപററി സാഹിത്യം, തമിഴിൽ എന്താണ്, ഒറിയയിൽ എന്താണ്, ഇവിടെ എന്താണ്, കൽക്കത്തയിൽ എന്താണ്, ബംഗാളിൽ എന്താണ്, അസമിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. എനിക്കറിയില്ല, അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇതറിയാനുള്ള എൻ്റെ അവകാശത്തെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാണ് എൻ്റേതുൾപ്പെടെ അത്രയൊന്നും മികവില്ലാത്ത രചനകൾ ഓരോ മാസവും ഓരോ ആഴ്ചയും ആനുകാലികങ്ങൾ വലിയ അഭിമാനത്തോടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഒരു നല്ല വിവർത്തന കഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആ ലക്കത്തിൽ നിന്നും എൻ്റെ കഥ മാറ്റിവെച്ചാൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ, എനിക്കത് വായിച്ചാൽ മതി. പക്ഷെ അതല്ല ഇവിടെ അവസ്ഥ. ഇനി മറ്റൊന്ന്, വളരെ കഷ്ടപ്പെട്ട ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഈ പഠിച്ച് ഒരു ജനതയുടെ ജീവിത വികാരങ്ങളും മാനുഷിക വികാരങ്ങളും അവിടുത്തെ സംസ്കാരവും തത്വശാസ്ത്രം ഉൾപ്പെടെ പഠിച്ച് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അയാൾക്ക് എന്താണ് കിട്ടുന്നത്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു പേജിന് 10 രൂപ, 11 രൂപ ഇതൊക്കെയാണ് റേറ്റ്. റോയൽറ്റി ഇല്ല. പ്രസാധകർ റെഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആനുകാലികങ്ങൾ ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ല, ഒന്നും ശരി പറയും. പ്രസാധകർ ഇവിടെ റെഡിയാണ്. കാരണം ഓരോ വർഷവും ഇവിടെ ഹൊസൈനിയുടെയും അവരുടെയും ഇവരുടെയും ഒക്കെ മറ്റ് ലാറ്റിൻ അമേരിക്കനും അല്ലാതെ ഇവിടെ നിന്ന് തന്നെയും നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ ഇവിടെ ധാരാളം കാരണം വിവർത്തനം വായിക്കാൻ ആളുണ്ട് ഇവിടെ. അതറിയുന്നവനാണ് ബുദ്ധിയുള്ള പ്രസാധകൻ. പക്ഷേ ഇത് കടത്തുകാരന് എന്ത് കിട്ടുന്നു?
പണ്ടൊരു വഞ്ചി ഒരു പുഴ കടത്താൽ 4 കിട്ടും. ഇന്ന് അതുപോലും കൊടുക്കുന്നില്ല, കൊടുക്കാൻ മടിയാണ്. ചോദിച്ച് ചെന്നാൽ അയാൾക്ക് അടുത്ത പുസ്തകം കൊടുക്കില്ല. വേറെ ചോദിക്കാത്ത, പണം ആവശ്യപ്പെടാത്തവന് കൊടുക്കും. ഇങ്ങനെ വളരെ ഹീനമായ രീതിയിൽ ചൂഷണം നേരിടുന്ന ഒരു മേഖലയാണ് മലയാളത്തിൽ വിവർത്തന സാഹിത്യ ശാഖ. അതിന് മാറ്റം വരണം. വിവർത്തനം കൃത്യമായും മുടങ്ങാതെ തന്നെയും പബ്ലിഷ് ചെയ്യുന്ന ഒരു ലക്കമെങ്കിലും, ഒരു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ഇവിടെ ഉണ്ടാവണം. വിവർത്തനത്തിന് വേണ്ടി മാത്രമായിട്ടെങ്കിലും ഒരു പ്രസിദ്ധീകരണം ഉണ്ടാവണം. അതുപോലെ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം ഒരുക്കിയിട്ട്, എനിക്കറിയാം, പലരെയും എനിക്കറിയാം, ഇവരൊക്കെ ഈ ഇപ്പോൾ ലിറ്റററി ഫെസ്റ്റിവലിന്റെ ലോകകാലമാണ്. ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ പോലും ഈ വിവർത്തകരെ വിളിച്ച് ആദരിക്കാറില്ല. ഓർക്കണം, 2 എഴുത്തുകാരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. 2 എഴുത്തുകാരുടെ, 2 വ്യത്യസ്തരായ എഴുത്തുകാരുടെ. അതിന് നടുക്ക് ഈ മാറ്റർ. ഇവിടെ സാറ് പറഞ്ഞു, ഇത് ഭാഷയെ കൈകാര്യം ചെയ്യുന്നതോ വാക്കുകൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ വയ്ക്കുന്നതോ അല്ല. കാരണം അത് മനസ്സിലാക്കാം, അതിന്റെ കണ്ടന്റ്, അതിന്റെ സത്ത എന്താണ് ആ റൈറ്റർ ആ സ്ഥലത്തെ വായനക്കാർക്ക് വേണ്ടിയിട്ട്, ആ ദേശത്തെ വായനക്കാർക്ക് വേണ്ടിയിട്ട് ആ റൈറ്റർ മുന്നോട്ട് വെച്ചത് എന്താണ്, എന്ത് ദർശനമാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ട്രാൻസ്ലേറ്റർക്ക് ഇത് ജസ്റ്റ് പകർത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല. പക്ഷെ ഇന്നലെ നൈറ്റിൽ ഞാനൊരു സംസാരിച്ചപ്പോൾ ഒരു വളരെ പ്രശസ്തരായ ഒരു പരിഭാഷകൻ എൻ്റെ അടുത്ത് വളരെ വേദനയോടെ പറഞ്ഞത്, ഇത്രയും നാണം കെട്ട പണി വേറെ ഇല്ലെന്ന. സങ്കടം തോന്നിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരുപാട് പേരെ എഴുത്തിലേക്ക് ആനയിക്കുകയും അവരെ എഴുത്തിൽ നിർത്തുകയും ചെയ്തത് ഇവിടുത്തെ സാഹിത്യം മാത്രമല്ല. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വായിച്ചിട്ട് ആ റസ്കോൾനിക്കോഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ബാധ, ഒരു പ്രേതബാധ പോലെ എന്നെ ആവേശിച്ചിട്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അൽബർ കാമ്യുവിന്റെ ഈ അന്യൻ വായിച്ചിട്ട് അതുപോലെ. ഇതൊക്കെ നമുക്ക് തന്നത് ആ റൈറ്റേഴ്സ് മാത്രമല്ല, അവരെ നമ്മളിലേക്ക് എത്തിച്ച ഒരു മനുഷ്യനുണ്ട്, ഒരു ഇടനിലക്കാരനുണ്ട്. അയാളെ ഇവിടെ കാണുന്നില്ല, അയാളെ ഇവിടെ പരിഗണിക്കുന്നില്ല. ഇത്രയും മഹത്തായ, ഇത്രയും പുണ്യപ്പെട്ട, ഇത്രയും പരിപാവനമായ ഒരു കർമ്മത്തെ വെറും കൂലിപ്പണിയായിട്ട് കാണുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് അവിടെ നടുക്ക് നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നതും നമ്മൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നതും. ഒരു ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, വേദനിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സിറ്റുവേഷന് മാറണം. ഈ മാറാൻ വേണ്ടിയിട്ട് വിവർത്തന മേഖലയിൽ ഉൾപ്പെടുന്നവർ തന്നെ അതിന് മുൻകൈ എടുക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഈ പ്രകാശിതമായ മധ്യപ്രദേശ് കഥകളിൽ നിന്നുള്ള കഥകൾ, അത് ഞാൻ എല്ലാം ഒന്നും എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റിയില്ല. ആർസു സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു കഥയാണ് വായിച്ചത്. അതുപോലെ എന്തൊരു രസമായിട്ടാണ് അദ്ദേഹം വിവർത്തനം ചെയ്തിരിക്കുന്നത്. ആ ഒറിജിനൽ ആയിട്ടുള്ള, അത് മധ്യപ്രദേശിലെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കഥ, വളരെ പഴയ കഥ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഞാനതിങ്ങനെ അത് വായിച്ചപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒറിജിനലിൽ ആ എഴുതിയ ആൾ അതിന് കൊടുത്തിട്ടുള്ള ഒരു പേസ് ഉണ്ട്, ഒരു ഇമോഷൻ ഉണ്ട്. അത് അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ശാന്തതയുണ്ട്. അത് ഒറിജിനലിലെ ശാന്തതയാണത്. ആ ശാന്തത കൺവേർട്ട് ചെയ്യാനായിട്ട് ആർസു സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. വാക്കുകൾക്ക് പകരം വാക്കുകൾ എടുത്തു വയ്ക്കുകയോ ഗ്രാമർ കറക്റ്റാക്കി ചെയ്യുകയോ അല്ല. അപ്പൊ അതിൻ്റെ ആ കണ്ടന്റ്, ആ ഫസ്റ്റ് കഥയിൽ തന്നെ അതിൻ്റെ ആ കണ്ടന്റിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദർശനം എനിക്ക് കൺവേ ചെയ്യാനായിട്ട് ആർസു സാറിന് കഴിഞ്ഞു. അത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ മറ്റു കഥകളും കൂടി തീർച്ചയായിട്ടും ഞാൻ വായിക്കും. എന്തായാലും ഈ മധ്യപ്രദേശിൻ്റെ എന്ന ഒരു വിസ്തൃതമായ പ്രദേശം, അതിപ്പോൾ കുറച്ച് വിഭാഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആ പ്രദേശവും അതിൻ്റെ വിഭജിക്കപ്പെട്ട പ്രദേശവും കൂടി ഉൾപ്പെടുത്തുന്ന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള കഥകളും കൂടി ആയിരിക്കും അത്. അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെയും ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നതിൽ എനിക്ക് സാറ്, നമ്മുടെ സ്കറിയ സാറിനോട് ഉൾപ്പെടുന്ന ആ ടീമിനോടും ഒക്കെ വളരെ നന്ദിയുണ്ട്. ആ പുസ്തകത്തിലെ കഥകൾ എല്ലാവരും വായിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ
ഈ ഒരു എഴുത്ത് ക്രിയാത്മകമായ എഴുത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഈ വിവർത്തന സാഹിത്യത്തോട് കാണിക്കണം, അതിനോട് കുറച്ചുകൂടി കരുണയോടെ നമ്മൾ സമീപിക്കണം എന്നുകൂടി ഈ വ്യവസ്ഥിതിയോട് തന്നെ അപേക്ഷിച്ചുകൊണ്ടുകൂടി ഈ ഇന്നത്തെ ഈ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള എല്ലാ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for gracing this event and honoring the book with your presence. मंच पर उपस्थित हमारे विशिष्ट अतिथियों से प्रार्थना है कि आप सब नीचे की कुर्सियों पर बैठे ताकि आने वाले 2 ऑनलाइन भाषणों को आप सुन सकें। Now I invite Amy Mary Abraham of PUS PG English to delight us with her melodious voice. Hello. चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो। जुल्फे है जैसे कांद पे बादल झुके हुए, आंखें है जैसे के प्याले भरे हुए, मस्ती है जिसमें प्यार के वो शराब हो। चांदवी का चांद हो। चेहरा है जैसे झील में हंसता हुआ कमल, या जिंदगी के साज पे छेड़ी हुई गजल। जाने बहार तुम किसी शायर का ख्वाब हो। चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो। थैंक यू। धन्यवाद एमी। मध्य प्रदेश का भाई पुस्तक के संपादक, प्रतिष्ठित साहित्यकार एवं साहित्य सांस्कृतिक संस्था भाषा समन्वय वेदी के अध्यक्ष डॉक्टर आरसो जी हमारे संग ऑनलाइन से जुड़े हुए हैं। भेज भाषण देने के लिए आदरणीय डॉक्टर आरसो जी को तहे दिल से आमंत्रित करती हूँ। എല്ലാവർക്കും
എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? കേൾക്കാം സർ, കേൾക്കാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. അനേകം തലമുറകൾക്ക് അറിവിന്റെ അമൃത് ഏകിയ പാലായിലെ സെന്റ് തോമസ് കോളേജ് അമൃത മഹോത്സവം ആഘോഷിക്കുന്ന ഒരു സുവർണ മുഹൂർത്തം. അറിവിന്റെ പാലമൃതൂട്ടുന്ന ഈ കോളേജിന് ഈ സമയത്ത് നേതൃത്വം നൽകുന്ന ഇതിന്റെ പ്രിൻസിപ്പൽ, അതുപോലെ മാനേജർ ശ്രീ സിബി ജെയിംസ്, ശ്രീ ജോസഫ് തടത്തിൽ, ഇവിടെ പുസ്തകം സ്വീകരിച്ച ശ്രീ സോക്രട്ടീസ് വാലത്ത്, തുടർന്ന് സംസാരിക്കാനിരിക്കുന്ന പുഷ്പേന്ദു ദുബെ, പുസ്തകം പരിചയപ്പെടുത്തുന്ന ഡോക്ടർ ഷീന, ഈ പുസ്തകം ഒരു സ്വപ്നം എന്നത് യാഥാർത്ഥ്യമാക്കുവാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ തോമസ് സ്കറിയ, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ കൊച്ചുറാണി, കോർഡിനേറ്റിംഗ് എഡിറ്ററായി വലിയ നിസ്തുലമായ സേവനമനുഷ്ഠിച്ച ശ്രീ അനീഷ് സിറിയക്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, ഈ സെമിനാറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഭാഷാ വിഭാഗങ്ങളിലെ അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. മധ്യപ്രദേശ് ഒരു കഥാസമാഹാരം വിവർത്തനമായി വന്നത് ഒരു നിമിത്തമായി. ദേശീയ ഉദ്ഗ്രഥനത്തിൽ വിവർത്തനം വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള ഒരു ഉണർന്ന ഒരു മനസ്സോടുകൂടെ ചിന്തിക്കുവാൻ ഇത് പലരെയും പ്രേരിപ്പിക്കുകയുണ്ടായി. ഇത് നമുക്ക് പുതിയ പുതിയ അറിവുകൾ നൽകും എന്ന കാര്യം ശരി. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ അവസാനത്തിൽ പറഞ്ഞു പോകാൻ വിസ്മരിക്കുമോ എന്നുള്ള കാര്യം കൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ഒരു കാര്യം അറിയിക്കുന്നു. വിവർത്തനത്തിൽ തൽപരരായ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യുവതലമുറയ്ക്ക് അവസരം നൽകിക്കൊണ്ട് ഒരു വിവർത്തന ശില്പശാല സംഘടിപ്പിക്കുകയും ഒരു വിവർത്തന സമാഹാരം പുറത്തിറക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഭാഷാ സമന്വയവേദി പാലാ സെന്റ് തോമസ് കോളേജിലെ ഹിന്ദി വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം നൽകുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇത് പ്രയോജനപ്പെടുത്തുവാൻ ഈ കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് അതിന് സന്നദ്ധരാകുമെങ്കിൽ നമുക്ക് കൈകോർക്കാം. അതാണ് ആദ്യമായി പറയുവാനുള്ളത്. വിവർത്തനം വാസ്തവത്തിൽ നമ്മുടെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ രണ്ട് ഭാഷകളെ തമ്മിൽ സംയോജിപ്പിക്കുന്നു എന്നതാണ് സാമാന്യമായ ധാരണ. ഭാഷകൾ തമ്മിൽ കൈകോർക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും അതിൽ കൂടെ നടക്കുന്നുണ്ട്. സംസ്കാരങ്ങളെ വിവർത്തനം കൂട്ടിയിണക്കുന്നുണ്ട്. കാലഘട്ടങ്ങളെ വിവർത്തനം കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. സംസ്കാരങ്ങളെ വിവർത്തനം അന്യോന്യം പരിചയപ്പെടുത്തുന്നുണ്ട്. ആശയധാരകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. പല പുസ്തകങ്ങളും വിശിഷ്ട കൃതികളും നമുക്ക് നമ്മുടെ ഭാഷയിൽ വായിക്കാൻ സാധിച്ചു. അതിനൊക്കെ പിന്നിൽ പല വിവർത്തകരും അതിൽ നിസ്തുലമായിട്ടുള്ള സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബൈബിൾ യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിലെ ഒരു കൃതിയാണ്. ഖുറാൻ അറബിയിലാണ്. ഗീത സംസ്കൃതത്തിലാണ്. ഈ കൃതികളുടെ എല്ലാം സർവസ്വം നെഞ്ചേറ്റിയവരാണ് മലയാളികൾ. മറ്റു പല ഭാഷകളിലേക്കും ഇതിന്റെ വിവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ കൃതികളൊക്കെ ആ ഭാഷയിൽ മാത്രം നിലനിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുടത്തിൽ വെച്ച വിളക്ക് പോലെ മാത്രം ആയിരിക്കും. അത് വിളക്ക് കുടത്തിന് പുറത്തേക്ക് എടുക്കുന്നൊരു പ്രക്രിയയാണ്. വാസ്തവത്തിൽ വെളിച്ചം പലരും കാണട്ടെ, ആ വെളിച്ചത്തിന്റെ പ്രയോജനം മറ്റു പലർക്കും ലഭിക്കട്ടെ എന്നുള്ളതാണ് വിവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം. സംസ്കാരത്തെ ഇങ്ങനെ തളച്ചിടുന്നത് ഒരിക്കലും ഒരു വിവേകമല്ല. നമുക്ക് അനേകം എഴുത്തുകാരെ കുറിച്ച് നമ്മുടെ ഭാഷയിൽ അല്ലാത്ത കുറെ എഴുത്തുകാരെ അറിയാം. ടോൾസ്റ്റോയ്, ബൽസാക്, കസൻസാക്കിസ്, ഗോർക്കി, വിക്ടർ യുഗോ, ലുഷൻ, പേളസ് ബക്കർ, ഹെമിംഗ്വേ, മാർക്കസ്, പൗലോ കൊയ്ലോ, ഇങ്ങനെ അനേകം എഴുത്തുകാർക്ക് നമ്മുടെ മനസ്സിന്റെ സിംഹാസനത്തിൽ വിശിഷ്ട സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആധാരസൂത്രം ഇണക്കിയത് കുറെ വിവർത്തകരാണ്. ആ വിവർത്തകരെ നമുക്ക് വിശ്വസംസ്കാരത്തിന്റെ ശില്പികൾ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾ എന്നൊക്കെ വിശേഷിപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളൊന്നും വേണ്ടത്ര ഉണ്ടാവുക ഇല്ല എന്നുള്ളത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. വിവർത്തനത്തിന്റെ ഈ പാതയിൽ
ഈ പാത ഈ കഥ വിവർത്തനത്തിന് പാതയൊരുക്കിയ ഭാരതീയ സന്ദർഭത്തിൽ, കേരളീയ സന്ദർഭത്തിൽ പലരെ കുറിച്ചും നമുക്ക് ഓർക്കുവാനുണ്ട്. നമ്മൾ കാളിദാസ കൃതികളും ഭാസന്റെയും വാൽമീകിയുടെയും ഒക്കെ കൃതികൾ വായിച്ചവരാണ്. അവരുടെ കൃതികൾ നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പകർത്തി തന്നവർ നമുക്ക് ആദരണീയരായി നിൽക്കുന്നു. MT വാസുദേവൻ നായർ ഒരിക്കൽ ഞാൻ ഒരു അഭിമുഖമെടുക്കവേ പറഞ്ഞു, ഞാൻ വലിയ ഒരു രോഗത്തിന് അടിമയായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വിവർത്തനം ചെയ്ത മഹാഭാരതം ശ്രദ്ധയോടുകൂടെ വായിച്ചു. അവിടെ നിന്ന് കിട്ടിയ, അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ ഒരു വിത്തിന്റെ സത്പരിണാമമാണ് രണ്ടാം മൂഴം എന്ന നോവൽ. എനിക്ക് മഹാഭാരതം നേരിട്ട് സംസ്കൃതത്തിൽ വായിക്കാൻ തക്ക വിധത്തിലുള്ള വിൽപ്പത്തി, അറിവ് ആ ഭാഷയിൽ ഇല്ല. എന്നാൽ തമ്പുരാന്റെ ഈ വിവർത്തനം എനിക്ക് വളരെയേറെ ഗുണകരമായി, അത് പ്രയോജനമല്ല പ്രചോദനമായിട്ട് മാറുകയായി. അങ്ങനെയൊക്കെയാണ് പല നമുക്ക് പുനരാഖ്യാനങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടെ ചിന്താവിഷ്ടയായ സീതയുണ്ടായി, പിന്നെ അതുപോലെ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം ഉണ്ടായി. ഇതൊക്കെ നമ്മുടെ പുണ്യപുരാണങ്ങളിൽ നിന്ന് ചില പ്രകരണങ്ങൾ അടർത്തിയെടുത്തുള്ള പുനരാഖ്യാനങ്ങൾ വന്നത് പോലും പിന്നെ അതിൻ്റെ വിവർത്തനത്തിൻ്റെ ഒരു ശാഖ ആയിട്ടാണ് എന്ന് നമുക്ക് കരുതാം. അമൃത നിഷ്യന്തികളായ അനേകം ഭാഷകൾ മേളിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഭാരതം. ഇത് അനേക ഭാഷകൾ ഇവിടെ ഉണ്ടാകുന്നു എന്നത് നമുക്ക് ശാപമാണോ വരദാനമാണോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കത് തോന്നുന്നത് അത് വരദാനമാണ്. ഇന്ത്യയിൽ മാത്രം ആണ് ഇത്രയേറെ ഭാഷാ വൈവിധ്യമുള്ളത്. ഒരു ഭാഷയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരന് 22 ഭാഷകളിൽ വായനക്കാരുണ്ടാകുന്നു എന്നുള്ളത് അത് വലിയ, ചില ഭാഷകൾക്കൊക്കെ ലിപി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിപിയുള്ള ഭാഷകൾ എന്നുള്ള രീതിയിൽ പിന്നെ ഇംഗ്ലീഷും ഇംഗ്ലീഷിന് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഇടമില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിനെ അങ്ങനെ അകറ്റി നിർത്തുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഷാ വൈവിധ്യം എന്നത് ഒരു കാരണവശാലും ഒരിക്കലും ഒരു ശാപമല്ല. ഒരു ഓടക്കുഴലിന് അനേകം സുഷിരങ്ങളുണ്ട്. മുരളീവാദന കലയിൽ നിപുണനായ ഒരാൾക്ക് എന്തിനാണ് ഇത്രയേറെ സുഷിരങ്ങൾ എന്ന് ആലോചിച്ച് അയാൾക്ക് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകുന്നില്ല. എന്നാൽ അതുമായിട്ട് യാതൊരു പുലബന്ധമില്ലാത്ത ഒരാൾക്ക് ഒരു ഓടക്കുഴലിന് ഒരു സുഷിരം പോരെ എന്ന് ചോദിക്കുന്ന രീതിയിൽ ചില പരിഹാസ്യങ്ങളായിട്ട് ചില പരാമർശങ്ങളൊക്കെ നമുക്ക് അറിയാനും മനസ്സിലാക്കുവാനും സാധിക്കാറുണ്ട്. മലയാളികൾ ജിജ്ഞാസുക്കളായതുകൊണ്ട് കുറേ ഭാഷകളിലെ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനമായി പ്രവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. രവീന്ദ്രനാഥ ടാഗോറും ബങ്കിം ചന്ദ്രയും ഒക്കെ എഴുതിയത് ബംഗാളിയിലായിരുന്നു. കനയ്യാലാൽ മാണിക്കലാൽ മുൻഷി എഴുതിയത് ഗുജറാത്തിയിലായിരുന്നു. VS ഖാണ്ടേക്കർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ എഴുതിയത് മറാഠിയിലായിരുന്നു. കിഷൻ ചന്ദർ ഉറുദുവിൽ എഴുതി, ജയകാന്തൻ തമിഴിൽ എഴുതി, ദാമോദർ മൗസോ ഏറ്റവും ഒടുവിലത്തെ ജ്ഞാനപീഠം അവാർഡ് സ്വീകരിച്ചു. അദ്ദേഹം കൊങ്കണിയിലാണ് എഴുതിയത്. ഇപ്പോൾ നമ്മളെ ഭാഷാ സമന്വയ വേദി പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഇതിന് ഈ മധ്യപ്രദേശ് കഥകൾക്ക് തൊട്ട് മുമ്പുള്ള കഥ ദാമോദർ മൗസോയുടെ കഥകളാണ്, കൊങ്കണി കഥകൾ. മധ്യപ്രദേശ് കഥകൾ മലയാളത്തിലേക്ക് എത്തുന്ന ഒരു മുഹൂർത്തം, അത് വളരെ വളരെ ഭാഷാ സമന്വയ വേദിയുടെ പ്രവർത്തനത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇതിന് അക്ഷീണം പ്രയത്നിച്ച ശ്രീ അനീഷ് സിറിയക്ക്, അതുപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ ശ്രീ തോമസ് കറിയ, ഇവരെയെല്ലാം ഞങ്ങൾ ഭാഷാ സമന്വയ വേദി അംഗങ്ങൾ അവരുടെ മുമ്പിൽ വിനയത്തോടെ നമിക്കുകയാണ്. മധ്യപ്രദേശ് ആദ്യം അറിയപ്പെട്ടിരുന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് മധ്യഭാരത് എന്നാണ്. ആ മധ്യഭാരതവും ദക്ഷിണ ഭാരതവും തമ്മിൽ കൈകോർക്കുന്ന ഒരു സുദുർലഭ മുഹൂർത്തമാണിത്. അതിനപ്പുറം ഒരു ദ്രാവിഡ ഭാഷയും ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷയും തമ്മിൽ കൈകോർക്കുന്ന ഒരു നല്ല സന്ദർഭമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ കഥാകൃത്തിന്റെ കഥ ആണ് ഞാൻ ഇതിൽ ആദ്യമായിട്ട് വിവർത്തനം ചെയ്ത് ചേർത്തിരിക്കുന്നത്. ശ്രീ സോക്രട്ടീസ് വാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിൽ ഈ കഥയെക്കുറിച്ച് അഭിമാനകരങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സംതൃപ്തി തോന്നി. മാധവറാവ് സപ്രയുടെ കഥയാണ് അതിലുള്ളത്, ഒരു കുട്ട മണ്ണ്.
ആ കഥ ഇത് വിവർത്തനം ചെയ്യുമ്പോൾ ഇന്നത്തെ പുരോഗമന സാഹിത്യകാരന്മാരെക്കാൾ, അതായത് പ്രോളിറ്റേറിയറ്റ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുന്ന ആ ആശയധാരയേക്കാൾ പുരോഗമനം 1907 എഴുതിയ കഥാകൃത്തിന്റെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തയുണ്ടായിരുന്നു എന്ന് എനിക്ക് ആ കഥ വിവർത്തനം ചെയ്തപ്പോൾ മനസ്സിലായി. ഡോക്ടർ രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് ഒരു ശ്രദ്ധേയമായ വാക്യമാണ്. ആ വാക്യം മറ്റൊന്നുമല്ല, ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് വൺ ദോ റിട്ടൺ ഇൻ മെനി ലാംഗ്വേജസ്. അനേക ഭാഷകളിൽ എഴുതപ്പെടുമ്പോഴും ഭാരതീയ സാഹിത്യം സാംസ്കാരിക തലത്തിൽ ഒന്നാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. നമ്മുടെ ഇവിടെ കുറേ വിദേശ പണ്ഡിതന്മാർ എത്തുകയും അവർ നമ്മളുടെ ഭാഷകളെ ലിംഗ്വിസ്റ്റിക്സ് മാനദണ്ഡത്തോടു കൂടി അത് അങ്ങനെ ചില പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു തന്ന പ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ത്യയിലെ ഭാഷകളെല്ലാം വ്യത്യസ്ത കുടുംബങ്ങളിൽ പെട്ടവരാണ്. ദ്രവീഡിയൻ ലാംഗ്വേജസ് ഉണ്ട്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഉണ്ട്, പിന്നെ പ്രോട്ടോ ഓസ്ട്രലോയിഡ് ഉണ്ട്, ഇൻഡോ തിബത്തി ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സെപ്പറേറ്റ് നമ്മുടെ ഭാഷകളുടെ കുലം വ്യത്യസ്തങ്ങളാണ് എന്ന് അവർ വളരെ വളരെ സ്കോളർലി ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് ദൃഷ്ടി അത് ശരിയായിരിക്കും. എന്നാൽ അതിൻ്റെ കൾച്ചറൽ കമ്പോണൻറ്റ്, സാംസ്കാരികമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് ഏത് ഭാഷയിലെ, ഇന്ത്യയിലെ ഏത് ഭാഷയിൽ എഴുതപ്പെട്ടാലും അതിൽ ഊറിക്കൂടുന്ന ഒരു സാംസ്കാരിക തലമുണ്ട്. ആ സാംസ്കാരിക തലത്തിൽ നാം ഏകരാണ് എന്നുള്ളതാണ് വിവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ആനുകാലികങ്ങളിൽ വിവർത്തിത കഥകൾ, നോവലുകളൊക്കെ അതിൻ്റെ വസന്തകാലം ഒക്കെ അതിന് വലിയ സ്ഥാനം നൽകിയിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെയാണ് നമ്മൾ പല എഴുത്തുകാരെയും അറിഞ്ഞത് എന്ന് ശ്രീ സോക്രട്ടീസ് വളരെ അഭിമാനത്തോടു കൂടെ പറയുകയുണ്ടായി. വിശാലമായ വീക്ഷണമുണ്ടെങ്കിൽ, വീക്ഷണം ഉണ്ടാകണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് പ്രചോദനമാണ്. പ്രചോദനത്തിൽ നിന്നാണ് പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് വിവർത്തനം ആ രീതിയിലുള്ള വഴി ഒരുക്കുകയാണ്. എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഈ വാക്യം, അതിന് അനുബന്ധമായിട്ട് R.K. നാരായൺ എന്ന ഇംഗ്ലീഷ് ഇൻഡോ ആംഗ്ലിയൻ നോവലിസ്റ്റ് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യ ഈസ് എ ട്രാൻസ്ലേറ്റേഴ്സ് പാരഡൈസ്. ഇന്ത്യ വിവർത്തകരുടെ ഒരു പറുദീസയാണ്. ഇവിടെ ഒരു ഭാഷയിൽ എഴുതുന്നവർക്ക് അനേക ഭാഷകളിൽ വായനക്കാരുണ്ടാകുന്നു. ആ വായനക്കാർ അവരുടെ ആദരവും അവരോടുള്ള സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന അനേകം മുഹൂർത്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കഥ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മളെ തുണച്ചത് ശ്രീ പുഷ്പേന്ദു ദുബെയാണ്, കൺസൾട്ടന്റ് എഡിറ്ററാണ്. അവിടേക്കൊരു യാത്ര, മധ്യപ്രദേശിലേക്ക് ഒരു വിവർത്തക ബന്ധുത്വ യാത്ര നടത്തുവാനും കൂടെ നമുക്ക് ചെറിയൊരു ഉദ്ദേശമുണ്ട്. പിന്നെ പല സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവർ തൽപരരാണെങ്കിൽ നമുക്ക് ഒരു ഭാരതീയ കഥാസമാഹാരം അവരുടെ ഈ പ്ലാറ്റിനം ജൂബിലി അവസാനിക്കുന്ന സമയത്തേക്കെങ്കിലും അത് തയ്യാറാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആലോചന നന്നായിരിക്കും. ഭാഷാ സമന്വയവേദി ഭാഷകളെ മതിലുകളായിട്ടല്ല വാതിലുകളായിട്ടാണ് കാണുന്നത്. അസമിയ, ഒറിയ, ബംഗാളി, തെലുഗു, കാശ്മീരി, ഡോഗ്രി, അങ്ങനെ പല ഭാഷകളിലുള്ള കൊങ്കണി, അനേകം ഭാഷകളിലുള്ള കഥകൾ നമ്മൾ ഇതിനകം പ്രസിദ്ധീകരിക്കുവാൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും അവ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവർത്തകർ കൾച്ചറൽ അംബാസഡർമാരാണ്. രണ്ട് രാജ്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കാവുന്ന രീതിയിൽ അവർ തമ്മിൽ അടുപ്പമുണ്ടാക്കുവാനൊക്കെയാണ് നമ്മൾ അംബാസഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും പല സ്ഥലത്തേക്ക് അയക്കാറുണ്ട്. അവരെയാണ് നമ്മൾ അംബാസഡർമാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർമാർ എന്ന് പറയുന്നത്. ഭാഷകളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന അംബാസഡർമാർ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർമാർ ആയിട്ടാണ് വിവർത്തകരെ ഞാൻ സമീപിക്കുന്നത്. അവരെയാണ് ഞാൻ ആ രീതിയിൽ ആദരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും ഒരു എഴുത്തുകാരനെയെങ്കിലും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘട്ടം. ഭാഷാ സമന്വയവേദി അനേകം പല ഭാഷകൾ അറിയുന്നവരുടെ
അതിൽപ്പെടുന്ന അധ്യാപകരുണ്ട്, വിവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ബാങ്കിലെ അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ്, ഭാരത സർക്കാരിൻ്റെ അണ്ടർടേക്കിംഗ് തുടങ്ങിയുള്ള പല മേഖലകളിലുള്ള അനേകം ആളുകളുണ്ട്. അവരുടെ എല്ലാം കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംഗച്ഛദ്വം സംവദധ്വം സംവോ മനാസി ജാനത, നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. ഒരുമിച്ച് ചിന്തിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം വിവർത്തന രംഗത്ത് ഉണ്ടാകും. ഒരേ തൂവൽ പക്ഷികളായി ഇന്ത്യയിൽ പല ഭാഗത്ത് കുറേ എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരുടെ കൃതികളുടെ ആത്മകഥ അതിൻ്റെ അഗ്നിശുദ്ധിയോടുകൂടെ വിവർത്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ ചടങ്ങിൽ ഞാൻ നേരിട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നു, ഞാനും ഡോക്ടർ വാസവൻ. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഗ്യാപ്പ് അതിൻ്റെ വളരെ വളരെ ചെറുതായതിനാൽ ടിക്കറ്റ് കിട്ടാൻ സന്ദർഭമുണ്ടായില്ല. അതുകൊണ്ടാണ് ഈ വിധത്തിൽ സംസാരിക്കേണ്ടി വന്നത്. നിങ്ങളുടെ ഈ കോളേജിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്, ഇനിയും ഒരിക്കൽ വരാം. ഞാനും ഭാഷാ സമന്വയവേദിയുടെ സെക്രട്ടറിയും വരാം. നമുക്ക് ഒരുമിച്ചിരിക്കാം, ചിന്തിക്കാം. ഒരു ഔട്ട്കം, ഈ കോളേജിലെ ഹിന്ദി വിദ്യാർത്ഥികൾ വിവർത്തനം ചെയ്ത ഭാരതീയ കഥകളുടെ ഒരു സമാഹാരത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അങ്ങനെ നമുക്ക് ഇത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഇതൊരു സെമി കോളനാണ് എന്ന് അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവർത്തനത്തിൻ്റെ വീതി വിശാലമാണ്. വിവർത്തനം വിവേകത്തിൻ്റെ മാർഗമാണ് തുറന്നിടുന്നത്. ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെ മാറ്റി നിർത്തുന്നതാണ്. ഇത് ഒരു മതിൽ പൊളിക്കലാണ്. അല്ലെങ്കിൽ ഒരു ചിപ്പിയിൽ നിന്ന് അതിൻ്റെ മുത്ത് കിട്ടണമെങ്കിൽ ആ ചിപ്പി പൊളിക്കേണ്ടി വരും. വിവർത്തനം ഈ ചിപ്പി പൊളിച്ചുകൊണ്ട് മുത്ത് എടുക്കുന്ന പ്രക്രിയയാണ്. ഈ സംരംഭത്തിൽ പങ്കാളികളായ എല്ലാ വിവർത്തകർക്കും വേണ്ടി ഞാൻ ഇവിടുത്തെ ആളുകളോട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പുഷ്പേന്ദു ദുബൈയുടെ സാന്നിധ്യം, ആ പുഷ്പേന്ദു ദുബൈജി आप इधर आए हुए हैं, आप आए बाहर आई, यही हमारी सोच है. आप इधर के केरल के प्रबुद्ध, जिज्ञासु, उत्सुक पाठकों और शोध पोस्ट ग्रेजुएट स्टूडेंट का संबोधन करने के लिए एक आपको सुनहला मौका मिला है. आप इनको प्रेरणा दें, आप इनको कुछ मौका दें, ये भी हमारी आपसे अनुरोध है. പ്രിൻസിപ്പൾ തുടങ്ങി ഏറ്റവും ഒടുവിൽ പേര് ചേർത്തിരിക്കുന്ന നന്ദി പ്രകടനക്കാരനെ വരെ ഞാൻ എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു, അവരുടെ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ അനീഷ് സിറിയക്കിനെ അദ്ദേഹത്തെ ഇത് ഏൽപ്പിക്കുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയായിരുന്നോ എന്ന് ഞങ്ങൾക്ക് തോന്നാതിരുന്നില്ല. പക്ഷെ അദ്ദേഹം അവസരങ്ങളെ വെല്ലുവിളിയാക്കി, വെല്ലുവിളിയെ അവസരമാക്കി. ഇത്രയുമാണ് എനിക്ക് ഈ ചെറിയ ഒരു സന്ദർഭത്തിൽ പറയുവാനുള്ളത്. എല്ലാവർക്കും നമോവാദം. धन्यवाद जी। प्रसिद्ध कहानीकार एवं महाराजा रणजीत सिंह कॉलेज ऑफ प्रोफेशनल स्टडीज इंदौर के हिंदी विभाग अध्यक्ष डॉक्टर पुष्पेंद्र दुबे जी को प्रारंभिक संदेश देने के लिए आमंत्रित करती हूँ। बहुत धन्यवाद। क्या मेरी आवाज आ रही है? आ रही है सर। भाषा समन्वय वेदी कालीकट, महात्मा गांधी विश्वविद्यालय कोट्टायम, सेंट थॉमस कॉलेज पाला, स्वायत्त प्रकाशन विभाग के संयुक्त तत्वावधान में 6 और 7 जनवरी 2025 को आयोजित 2 दिवसीय राष्ट्रीय संगोष्ठी अनुवाद और राष्ट्रीय एकता के उद्घाटन अवसर पर आप सभी उपस्थितों को महाराजा रणजीत सिंह कॉलेज ऑफ प्रोफेशनल साइंसेस इंदौर मध्य प्रदेश की ओर से हार्दिक स्वागत और धन्यवाद। केरल की पवित्र धरती से दिगंत तक अद्वैत दर्शन की विजय पताका फहराने वाले आदि गुरु शंकराचार्य जी को प्रातः स्मरणीय पुण्य श्लोका माँ अहिल्याबाई के नगरवासी की ओर से सादर प्रणाम। राष्ट्रीय संगोष्ठी में उपस्थित सेंट थॉमस कॉलेज पाला के प्रबंधक
श्री मोन्सिया डॉक्टर जोसेफ तडत्तिल, महात्मा गांधी विश्वविद्यालय के सिंडिकेट सदस्य डॉक्टर जोजी एलेक्स, प्रसिद्ध उपन्यासकार सोक्रेटिस के बालक, भाषा समन्वय वेदी कालीकट के अध्यक्ष डॉक्टर आरसू जी को सादर प्रणाम। अनुवाद और राष्ट्रीय एकता जैसे महत्वपूर्ण विषय पर सुदूर केरल में राष्ट्रीय संगोष्ठी का स्वप्न देखने और फिर उसे क्रियान्वित करने वाले सभी विद्वानों के प्रति कृतज्ञता ज्ञापित करना हिंदी भाषी मध्य प्रदेश का कर्तव्य है। इंदौर को इस बात पर गर्व है कि सन 1910 में स्थापित श्री मध्य भारत हिंदी साहित्य समिति में सन 1935 में आयोजित अधिवेशन में महात्मा गांधी ने हिंदी को राष्ट्रभाषा बनाने की उद्घोषणा की। महात्मा गांधी ने सन 1918 में मद्रास में दक्षिण भारत हिंदी प्रचार सभा की स्थापना की। सन 1920-30 के दशक में केरल सम्मेलन प्रयाग के केरल में दक्षिण भारत हिंदी प्रचार सभा की ओर से हिंदी का प्रचार शुरू हुआ। सन 1922 में साहित्य सम्मेलन प्रयाग इलाहाबाद के तत्कालीन अधिकारियों ने श्री दामोदरन उन्नी को हिंदी प्रचार के लिए भेजा था। उन्नी जी निशुल्क हिंदी सिखाते थे। 1933 में केरल प्रांतीय हिंदी प्रचार सभा की स्थापना हुई और इसके बाद आदरणीय मोटूरे सत्यनारायण के लीडरशिप में नेतृत्व में हिंदी प्रेमियों का दल उत्तर भारत आया। केरल के प्रारंभिक हिंदी प्रचारकों में श्री दामोदरन उन्नी, प्रोफेसर ए चंद्रहासन, के वासुदेवन पिल्लई, एन वेंकटेशन, पी के केशवन नायर, देवदूत विद्यार्थी, पंडित नारायण देव, पी नारायण, पी जी वासुदेव, डॉक्टर भास्करन नायर, सी जी अब्राहम, अभय देव आदि ने बहुत सेवाएं दी। टी के गोविंदन, सी वी चात्तू जैसे प्रचारक उत्तर केरल में हिंदी प्रचार में लगे। आर जनार्दनन पिल्लई, एम के वेलायुधन नायर, के केशवन नायर, एम सामुअल, के बालकृष्ण पिल्लई और डॉक्टर आरसू बाद की पीढ़ी में आते हैं। भारत में जब कंप्यूटर की शुरुआत हुई तब इंदौर में हिंदी का पहला वेब पोर्टल वेब दुनिया के नाम से शुरू हुआ। यह उल्लेखनीय है कि श्री मध्य भारत हिंदी साहित्य समिति से 6 अक्टूबर 1927 में मासिक पत्रिका वीणा का प्रकाशन प्रारंभ हुआ। यह देश की एकमात्र ऐसी पत्रिका है जो 97 ईयर से लगातार प्रकाशित हो रही है। इसमें दक्षिण भारत के अनेक हिंदी सेवियों ने अपना योगदान दिया है और उसमें डॉक्टर आरसू का नाम बहुत उल्लेखनीय है, अग्रगण्य है। भाषा समन्वय वेदी द्वारा भारत की प्रांतीय भाषाओं के साहित्य को मलयालम भाषा में अनुदित कर उसका प्रकाशन किया जा रहा है, वह बहुत स्तुत्य है। ऐसे हिंदी सेवकों के प्रति उत्तर भारतीयों का मस्तक श्रद्धा से झुक जाता है। राष्ट्रीय संगोष्ठी का विषय अनुवाद और राष्ट्रीय एकता
आज के समय को प्रतिध्वनित करता है। आज अनुवाद जीवन का अभिन्न अंग बन चुका है। यदि ज्ञान के किसी भी विषय की को जन साधारण तक पहुंचाना है तो अनुवाद के बिना संभव नहीं है। विभिन्न संस्कृतियां और भाषाएं एक दूसरे के निकट आ गई हैं। ऐसे में अनुवाद की भूमिका असंदिग्ध हो जाती है। अनुवाद ने हिंदी साहित्य की श्रीवृद्धि में बढ़ाने में अभूतपूर्व योगदान दिया है। विश्व के महान लेखकों की ऐसी कितनी ही कृतियां हैं जिन्हें हम मूल भाषा में नहीं पढ़ सकते। विज्ञान और प्रौद्योगिकी उत्कृष्ट अनुवाद चिंतन के लिए प्रेरित कर रही है। आज सटीक अनुवाद पहली आवश्यकता है। नवीनतम आविष्कारों की जानकारी के लिए अनुवाद पर ही निर्भर रहना पड़ता है। अनुवाद केवल सरकारी नौकरी पाने का माध्यम नहीं है, बल्कि राष्ट्रीय एकता को मजबूत करने में इसकी भूमिका महत्वपूर्ण हो गई है। इसलिए अनुवाद कर्म राष्ट्र सेवा हो गया है। अनुवाद प्रांत, देश, धर्म, जाति, वर्ण की सीमा को लांघकर दिलों में घर कर जाता है। भारतीय अस्मिता के पुनर्जागरण में अनुवाद की महती भूमिका रही है। भविष्य के क्षितिज पर प्रांतीय भाषाओं के समृद्ध होने के साथ हिंदी का सूर्योदय केरल में होता दिखाई दे रहा है। के.एम. मालती ने बहुवचन पत्रिका में केरल के और दक्षिण भारत के अनेक हिंदी सेवियों की उपन्यास, कहानी, कविता, निबंध में जो योगदान है उसको बहुत विस्तार से रेखांकित किया है। संस्कृतियों का सम्मान अनुवाद के जरिए संभव है। वैश्वीकरण, भूमंडलीकरण के दौर में भारतीय भाषाओं को नई चुनौतियों का सामना करना पड़ रहा है। भाषा को भी उसी रफ्तार से चलना होगा। भारतीय एकता को और मजबूत करने के लिए अनुवाद एक कारगर माध्यम है। भारतीय भाषाओं के विकास के लिए एक दूसरे के साहित्य को आत्मसात करने में अनुवाद की भूमिका बहुत महत्वपूर्ण है। आप सभी केरल वासियों को धन्यवाद, जिन्होंने मुझे मेरे कॉलेज को इस राष्ट्रीय संगोष्ठी में अपनी बात रखने का अवसर प्रदान किया। पुस्तक में जिन विद्वानों ने अपना योगदान दिया है अनुवाद करने में, उनको बहुत प्रणाम है। अनीश जी ने बहुत मेहनत की है, सिरियक जी ने बहुत मेहनत की है। उनके साथ में वो 29 अनुवादक प्रणाम के पात्र हैं, जिन्होंने मध्य प्रदेश के 29 कहानीकारों की हिंदी कहानी का मलयालम में अनुवाद कर मध्य प्रदेश को गौरवान्वित किया और मुझे एक माध्यम बनने का अवसर उपलब्ध कराया। तो आप सभी केरल वासियों के प्रति, महात्मा गांधी कॉलेज के सभी पदाधिकारियों के प्रति, महाराजा रणजीत सिंह कॉलेज आप सभी के प्रति धन्यवाद ज्ञापित करता है। बहुत बहुत धन्यवाद। Thank you, sir. Next, I would like to invite Dr. Sheena Eapen, Principal of CSI College for Advanced Studies, Koranjeri, and an alumnus of our Hindi department, to introduce the book to the audience.
സമയം വളരെ പരിമിതമാണെന്നറിയാം. അധ്യക്ഷൻ കോളേജിന്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിൻ സർ, ഉദ്ഘാടനം നിർവഹിച്ച കോളേജ് മാനേജർ മോൺസിൻജോ ഡോക്ടർ ജോസഫ് തടത്തിൽ, പ്രകാശനം ചെയ്യപ്പെട്ട മധ്യപ്രദേശ് കഥകൾ ഏറ്റുവാങ്ങിയ പ്രമുഖ എഴുത്തുകാരൻ സോക്രട്ടിസ് കെ വാലത്ത്, അതുപോലെ ഓൺലൈനിൽ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ഭാഷാ സമന്വയതയുടെ അധ്യക്ഷനും എൻ്റെ വന്യ ഗുരുനാഥനുമായ डॉक्टर आरसू सर, इंदौर से इस संगोष्ठी में जुड़े मध्य प्रदेश कहानियों के परामर्श संपादक माननीय पुष्पेंद्र दुबे जी, कॉलेज वाइस प्रिंसिपल, हिंदी मलयालम इंग्लिश विभागം അധ്യാപകരെ, ഫാദർ മാത്യൂസ് വാഴക്കുന്നം, അതുപോലെ ഭാഷാ സമന്വയത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ വിജയകുമാർ, ഡോക്ടർ ഗീത, ജോമോൾ ഡൊമിനിക്, അതുപോലെ ഡോക്ടർ നവീന, ഇവിടെയുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം. പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കർത്തവ്യം. ഒരു മിനിറ്റ് ഞാൻ ഭാഷാ സമന്വയവേദിയെക്കുറിച്ചുകൂടെ ചെറിയ രീതിയിൽ പറഞ്ഞെങ്കിലും കുറച്ച് കാര്യങ്ങളിവിടെ വളരെ ചുരുക്കമായി മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഭാഷാ സമന്വയവേദിയെക്കുറിച്ച് ഒരു വാക്ക് പറയാം. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണെന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ എൻ്റെ PhD എടുത്തത് ഈ കോളേജിൽ നിന്നാണ്. ആദരണീയനായ ഡോക്ടർ NK ജോസഫ് സാറാണ് എൻ്റെ ഗൈഡായിരുന്നത്. അപ്പം ഈ കോളേജിലെ ഈ ഒരു സെമിനാറിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത് വളരെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാ ഭാഷകളെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഭാഷാ സമന്വയ വേദിയുടെ മഹിത സംസ്കാരമാണ്. എന്നെ കണ്ടെത്തുകയും എന്നെ ഞാനാക്കുകയും ചെയ്തത് ഭാഷാ സമന്വയ വേദിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിവർത്തനത്തിലൂടെ സാംസ്കാരിക സമന്വയം എന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ഭാഷാ സമന്വയ വേദി പ്രവർത്തിക്കുന്നത്. ഭാരതീയ ഭാഷകളെ സമന്വയിപ്പിക്കുകയും സംസ്കാരങ്ങളെ വിനിമയം ചെയ്യുകയും ചെയ്യുന്ന ഭാഷാ സമന്വയ വേദി 3.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. അത് കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അധ്യക്ഷൻ ആരാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്ത് കോഴിക്കോടിനെ സാംസ്കാരിക നഗരമായി അത് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. സാംസ്കാരിക നഗരമായിട്ട്, സാഹിത്യ നഗരമായിട്ട് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതിന് സഹായകമായി ഭാഷാ സമന്വയ വേദിയുടെ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് പറയുന്നതിൽ ഭാഷാ സമന്വയതയുടെ ഒരു അംഗം എന്ന നിലയിൽ വളരെയധികം അഭിമാനമുണ്ട്. വിവിധ ഭാരതീയ ഭാഷകളിൽ നിന്ന് ചെറുകഥകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുക, അതേപോലെ മലയാള ഭാഷയും സാഹിത്യത്തെയും ഹിന്ദി മേഖലയിലേക്ക് പരിചയപ്പെടുത്തുക, ഇതാണ് പ്രധാനമായും ഭാഷാ സമന്വയ വേദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പദ്ധതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട മധ്യപ്രദേശ് കഥകൾ. ഭാഷാ സമന്വയതയുടെ ഒരു പ്രതിനിധി സംഘത്തെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ മുൻ ഗവർണർ, മുൻ പറഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ ഗവർണർ ആയിരുന്നു ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ പറഞ്ഞു: ഭാഷകളെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരുടെയും വിവർത്തകരുടെയും കൂട്ടായ്മയായ ഭാഷാ സമന്വയ വേദിയുടെ പ്രതിനിധികളെ രാജ്ഭവനിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അനൽപമായ ആനന്ദമുണ്ട്. ആ ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണമെന്ന് വിചാരിച്ചത്. അതുപോലെയുള്ള ആദരം സാംസ്കാരിക രംഗത്തു നിന്നും ലഭിച്ച ഒരു സംഘടനയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും അതിലുള്ള വളരെയധികം അഭിമാന മുഹൂർത്തവും കൂടിയാണ് ഈ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ട് ഈ പുസ്തകം ഈ കലാലയത്തിൽ തന്നെ പ്രകാശനം ചെയ്യപ്പെട്ടു? അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളുടെ ഇതിൻ്റെ കൺസൾട്ടന്റ് എഡിറ്ററായ ഡോക്ടർ അനീഷ് സിറിയക്, വളരെ വൈബ്രന്റ് ആയ ഈ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇവിടെ പരാമർശിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കേരളത്തിൽ ആദ്യമായി
ബിരുദാനന്തര ബിരുദ തലത്തിൽ ഹിന്ദി ആരംഭിച്ച കോളേജാണ് പാലാ സെന്റ് തോമസ് കോളേജ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ഈ ഒരു കലാലയ അങ്കണത്തിൽ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടും. ഇവിടുത്തെ പ്രകാശന വിഭാഗത്തിന്റെ ഡയറക്ടർ തോമസ് കറിയ സാറിനെ ഏറ്റവും ആദരവോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹരിശങ്കർ പർസായി എന്ന ഹിന്ദി ഹാസ്യ സാഹിത്യകാരന്റെ ജന്മശതാബ്ദി സ്മരണാർത്ഥമാണ് ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ ഏതാണ്ട് 27 കഥാകൃത്തുക്കളുടെ കഥകൾ ഇതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ 27 കഥകളെയും 27 കഥാകൃത്തുക്കളെയും പരിചയപ്പെടുത്താൻ തുടങ്ങിയാൽ ഇന്ന് വൈകുന്നേരമായാലും ഇത് അവസാനിക്കില്ല. ആ ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ഒരു ഉദ്യമം ഞാൻ തയ്യാറല്ല. വളരെ കുറച്ചു പേരെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കഥകളെ മാത്രം നിങ്ങളെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ആർസു സാർ വിവർത്തനം ചെയ്ത സോക്രട്ടീസ് കെ വാലത് സാർ ആദ്യമേ പറഞ്ഞ അതാണ്. ആദ്യത്തെ കഥയാണ് മാധവറാവ് സപ്രയുടെ ഒരു കുട്ട മണ്ണ് എന്നുള്ള കഥ ആണ് ഇതിനകത്ത് ആദ്യത്തെ കഥ. ഈ കഥ ജാതിയവും സാമ്പത്തികവും ജാതീയവുമായ അന്തരത്തിന്റെയും അധികാരത്തിന്റെയും മുമ്പിൽ നിസ്സഹായരായി പോകുന്ന ചില മനുഷ്യരുടെ കഥയാണ്. നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കാൻ ഞാൻ അതിന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. വളരെ ചെറിയ കഥയാണ്. ഹൃദയത്തെ വളരെയധികം ടച്ച് ചെയ്യുന്ന ഏറ്റവും ചെറിയ കഥ. ഹിന്ദിയിലെ ആദ്യ കഥ എന്നാണ് അത് അറിയപ്പെടുന്നത്. മാധവറാവ് സപ്രയാണ് അതിൻ്റെ കഥാകൃത്ത്. അദ്ദേഹം പ്രസിദ്ധ വിവർത്തകനായിരുന്നു. ഒപ്പം ഛത്തീസ്ഗഡ് മിത്ര എന്നുള്ള പത്രത്തിന്റെ ഒരു മാസികയുടെ എഡിറ്ററും കൂടെയായിരുന്നു. മറ്റ് ഇതിനകത്തുള്ള ചില കഥകളിൽ ഒന്ന് മന്നു ഭണ്ഡാരിയുടെ കഥയാണ്. മന്നു ഭണ്ഡാരി സ്വാതന്ത്ര്യാനന്തര ചെറുകഥയിലെ ഒരു നിറസാന്നിധ്യമാണ്. ബോൾഡ് ലേഖിക എന്നാണ് അവർ അറിയപ്പെടുന്നത്. മന്നു ഭണ്ഡാരിയുടെ കഥകൾ മാറ്റങ്ങളുടെ സന്ദേശങ്ങളാണ്. കുടുംബ ബന്ധങ്ങളിലെ മാറ്റം, സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ മാറ്റം, മധ്യവർഗത്തിന്റെ ഉദയം, മധ്യവർഗത്തിലൂടെ സ്ത്രീകൾക്കുണ്ടായ ഉന്നമനം, പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായി പലതരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോയ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ എല്ലാം തുറന്നു പറയാനുള്ള കരുത്ത്, ഇവയൊക്കെ അടയാളപ്പെടുത്തി ഒരു വിപ്ലവാത്മക മാറ്റത്തിന് തിരികൊളുത്തിയ എഴുത്തുകാരിയാണ് മന്നു ഭണ്ഡാരി. അവരുടെ ഈസാ കെ ഘർ ഇൻസാൻ എന്ന കഥയെ മതിലുകൾ എന്ന പേരിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കഥയുടെ അതേ ശീർഷകം അപ്പാടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയല്ല, അതിൻ്റെ അന്തസന്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ശീർഷകമാണ് അതിന് നൽകിയിരിക്കുന്നത്. മതിലുകൾ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. മഠത്തിലെ ചുറ്റുമതിലുകൾക്കിടയിൽ സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പുമുട്ടുന്ന കന്യാസ്ത്രീകളുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട കഥയാണ് ഈസാ കെ ഘർ ഇൻസാൻ അല്ലെങ്കിൽ മതിലുകൾ എന്ന ഈ കഥ. പിന്നീട് ഹരിശങ്കർ പർസായിക്ക് വേണ്ടി സമർപ്പിച്ചതാണല്ലോ ഈ പുസ്തകം. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഭോലാറാം കാ ജീവ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും എല്ലാ കുറെ കാലങ്ങൾക്ക് മുമ്പ് പഠിക്കാനുണ്ടായിരുന്ന സിലബസിലുണ്ടായിരുന്ന കഥയാണ്. ഇന്നും വളരെ പ്രസക്തമാണ് ആ കഥയുടെ പ്രമേയം. കാരണം സർക്കാർ ഓഫീസുകൾ എത്ര മാറ്റം വന്നാലും ഇന്നും സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. നമ്മൾക്കെല്ലാം അറിയാം. നമ്മൾ ദിവസേന പത്രങ്ങളിൽ വായിക്കുന്ന പല ആത്മഹത്യകളുടെയും മരണങ്ങളുടെയും എല്ലാം പിന്നിൽ ഈ ചെറിയ ഈ അവിടെ പ്രവർത്തിക്കുന്നവരുടെ എന്താ പറയുക ഹൃദയമില്ലായ്മയാണ് അതിന് നിമിത്തമാകുന്നത്. അപ്പൊ അങ്ങനെ അതിനകത്ത് ഒരു വാചകമുണ്ട്, ഹിന്ദിയിൽ ഞാൻ ഇങ്ങനെ പറയാണ്, സർക്കാരി ദഫ്തർ ബി मंदिर है, मंदिर जैसा है, यहाँ के देवताओं को खुश करो तभी आपकी बात होगी. ഈ സർക്കാർ ഓഫീസുകളും അവിടെയും ദൈവങ്ങളുണ്ട്. അവരെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം കുറേ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷവും വ്യവസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും ഇല്ല. എല്ലാം ഓൺലൈനായി എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ ഇന്നും അതേപോലെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള കഥകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
പിന്നെ അതുപോലെ ജ്ഞാൻ രഞ്ജന്റെ ഒരു കഥയുണ്ട്, പിത, അച്ഛൻ എന്ന കഥ. അത് എന്താ പറയണ്ടേ, തലമുറകളുടെ ഒരു അന്തരം അല്ലെങ്കിൽ പഴയ തലമുറയെ മനസ്സിലാക്കാനുള്ള, അവരെ ഒഴിവാക്കുന്ന പുതിയ തലമുറയുടെ ഒരു രീതി, ഇതൊക്കെ വളരെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കഥയാണ് അച്ഛൻ എന്നുള്ള കഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബ ബന്ധങ്ങളിൽ വന്ന ഈ മാറ്റങ്ങളെയൊക്കെയാണ് ഈ കഥകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടപ്പോൾ തോന്നുകയായിരിക്കും ഇത് ശരിക്കും മധ്യപ്രദേശ് കഥ തന്നെയാണോ അതോ മലയാളത്തിലെ കഥ തന്നെയാണോ? കാരണം നേരത്തെ സാറ് പറഞ്ഞത് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇസ് വൺ ദോ റിട്ടൺ ഇൻ മെനി ലാംഗ്വേജസ് എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത് അപ്പാടെ ശരിയാണെന്ന് നമുക്ക് ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ തോന്നും. എല്ലാം ഭാവം ഒന്ന് തന്നെ, ഭാഷയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കൂടുതൽ കഥകളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കഥയും കൊണ്ടുണ്ട്, സമകാലീന എഴുത്തുകാരിൽ ഒരാളെ കുറിച്ച് കൂടെ പറയണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഉദയപ്രകാശിന്റെ ഒരു കഥയുണ്ട്, നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. അപരാധം എന്ന് പറഞ്ഞ ചെറിയൊരു കഥ. അതായത് കുറ്റബോധം വേട്ടയാടുമ്പോൾ എന്നാണ് കഥ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നം, അതെങ്ങനെ ജീവിതാന്ത്യം വരെ ആ വ്യക്തിയെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഉദയപ്രകാശ് കഥാകൃത്ത്, കവി, അതുപോലെ അദ്ദേഹം പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കഥയായ മോഹൻദാസ് സിനിമയായിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രശസ്തനായ സമകാലീന എഴുത്തുകാരുടെ കൂട്ടത്തിൽ പെടുന്ന വ്യക്തിയാണ് ഉദയപ്രകാശ്. അപ്പൊ ഇങ്ങനെ അനേകം കഥകൾ, ഇതെല്ലാം വായിച്ച് ആസ്വദിക്കുവാനായിട്ട് ഞാൻ വായനക്കാരുടെ മുമ്പിലേക്ക് മധ്യപ്രദേശ് കഥകൾ സമർപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെയധികം കഷ്ടപ്പെട്ട ഡോക്ടർ അനീഷ് സിറീഖിനെ ഭാഷാ സമന്വയതയുടെ പേരിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഇനി പറയാൻ കുറെ ഉണ്ട്. മെറോനിസ പർവേസിന്റെയും പിന്നെ ഉർമിള ശിരീഷിന്റെ ഒക്കെ കഥകളുണ്ട്. അതൊന്നും ഞാൻ ഇനി ഇവിടെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ കഥകളുമായി ആർഷ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇൻഡോർ, ഉജ്ജയിനി, അതുപോലെ ഭോപ്പാൽ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള സമയം കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഭാഷാ സമന്വയതയുടെ അംഗങ്ങൾ. ഈ അടുത്തിടെ ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ പോയിരുന്നു, ഹിമാചലി കഥകളുടെ വിവർത്തനത്തിന് ശേഷം. അപ്പോ അവിടെ പോയപ്പോ ഹിന്ദിയിലെ പ്രശസ്തനായ കഥാകൃത്ത് ശ്രീ SR ഹർനോട്ടിനെ പോലെയുള്ള പല കഥാകൃത്തുകളെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത് എന്താ പറയുക, ഇതാണ് ഭാഷാ സമന്വയവേദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഷകൾ സമന്വയിപ്പിക്കുകയും എഴുത്തുകാരെയും വിവർത്തകരെയും പരസ്പരം സംവദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അത് വലിയ ഒരു ദൗത്യമാണ് ഭാഷാ സമന്വയവേദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അധ്യക്ഷൻ എന്നെ വന്നി ഗുരുനാഥൻ സാറ് എപ്പോഴും പറയും, മിൽക്ക് ചൽന, അല്ലെങ്കിൽ എന്താണ് ടീം വർക്ക്, ടൈം ബൗണ്ട് വർക്ക്. ഇതാണ് സാറിൻ്റെ ഒരു സാറിന് ചിന്താമണ്ഡലത്തിൽ ഈ കാര്യങ്ങളാണുള്ളത്. ഞങ്ങളെ അതിനനുസരിച്ച് തന്നെ സാറ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ടൈം ബൗണ്ടായിട്ട് അത് ജോയിം ബൗണ്ടായിട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും അത് ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് കൊണ്ടാണ് ഹം മിൽക്കെ ചൽത്തെ ഹെ ഇസിലിയേ തോ ഹം സഫൽ ഹോത്തെ ഹെ. ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ HOD സിസ്റ്റർ കൊച്ചുറാണി, അതുപോലെ ബാക്കി ഇവിടെ ഉള്ള എല്ലാവർക്കും ഈ ഒരു സെമിനാർ ഇത്ര ഭംഗിയായി 2 ദിവസം ഇവിടെ നടക്കട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും അറിയിക്കുകയും പിന്നെ ഇവിടെ വിവർത്തകരെ എപ്പോഴും രണ്ടാം പൗരന്മാരായി കാണുന്ന ഒരിടത്ത് സോക്രട്ടിസ് കെ വാലത് സർ വളരെ കാര്യമായി വിവർത്തകർക്ക് എങ്ങനെ സ്ഥാനം കൊടുക്കണമെന്നും വിവർത്തനത്തിനായി തന്നെ ഒരു മാസികയോ മറ്റോ തുടങ്ങണമെന്ന് പറഞ്ഞതിനെ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സാറിന്റെ ആ ഒരു മനസ്സിനെ അംഗീകരിക്കുകയാണ്. കാരണം വിവർത്തകർ എപ്പോഴും രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണപ്പെടുന്നത്. അന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇവിടെ കേൾക്കാൻ സാധിച്ചു. അതുപോലെ വിവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ സിബി ജെയിംസ് സാർ, നിങ്ങളുടെ പ്രിൻസിപ്പൽ, വളരെ കാര്യമായി ഇവിടെ പറഞ്ഞു. സാറിനെ ഓർക്കുമ്പോൾ എൻ്റെ കോളേജിൽ വന്നിട്ടുണ്ട്, ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. സാറിനെ ഓർക്കുമ്പോൾ മോട്ടോർ സൈക്കിൾ ഡയറീസ് ചെഗുവരയുടെ ഞങ്ങളുടെ കോളേജിൽ വന്ന് സാറ്
ഞങ്ങൾ നടത്തിയ ഇന്റർനാഷണൽ സെമിനാർ ഒരു യാത്രാ സാഹിത്യമായിരുന്നു. അവിടെ വന്ന് പ്രസന്റ് ചെയ്ത് സാറിനെ കാണുമ്പോഴേ എനിക്ക് ആ ഒരു പുസ്തകമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രഗത്ഭരായ അധ്യാപക ശ്രേഷ്ഠർ പഠിപ്പിച്ചിരുന്ന, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാലയത്തിൽ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ലഭിച്ച ഈ ഒരു വലിയ അവസരത്തിന് സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now it's time for a visual treat. I welcome Shahana and Jesslyn for a dance performance. तितली दिल उड़ा 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 है कहीं दूर। बन के तितली दिल उड़ा 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 है कहीं दूर। चल के खुशबू से जुड़ा 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 है कहीं दूर। हाथ से ये कैसे अनसुने से जैसे चूमे अंधेरों को कोई नूर। बन के तितली दिल उड़ा 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 है कहीं दूर। साया जब से मिला तेरा साया भाया, मुझे हर बार तू भाया लाया, सपने हजार तू लाया ऐसे ऐसे, हाँ ऐसे 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 जैसे आया। जब से है यार तू आया छाया, बन के है प्यार तू छाया लाया, सपने हजार तू लाया ऐसे ऐसे, हाँ ऐसे ऐसे ऐसे। सच करके मेरे सपने सच करके, कहाँ चल दी बच करके, टच करके दिल मेरा क्यों स्क्रैच किया रे। कभी छोड़ दिया दिल कभी कैच किया रे, साड़ी के फॉल सा कभी मैच किया रे। कभी छोड़ दिया दिल कभी कैच किया रे। Thank you. I invite Dr. Kochurani Joseph, Head of the Department of Hindi, to propose the vote of thanks. സദസ്സിലും ഓൺലൈൻ മോഡിലുമായിട്ട് ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തികൾക്കും സാദരം പ്രണാമം. വേർഡ്സ്വർത്തിൻ്റെ പോയട്രിയെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ദ പവർഫുൾ ഫീലിംഗ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻസ് ഫ്രം ഇമോഷൻ റിക്കളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അതെ, നമുക്കറിയാം, ഒരു സാഹിത്യം എന്ന് പറയുന്നത് സാഹിത്യകാരൻ്റെ ഉള്ളിൽ നിന്നും അവൻ്റെ ഏകാന്തതയുടെ ആ ഒരു, പറയുകയാണെങ്കിൽ ഒരു വന്യമായ നിമിഷത്തിൽ ഉടലെടുക്കുന്ന വളരെ മനോഹരമായ ഒരു പുറന്തള്ളലാണ്, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ആ വികാരങ്ങളുടെ പുറന്തള്ളലാണ് സാഹിത്യം. നമുക്കെല്ലാവർക്കും അറിയാം, സാഹിത്യം എന്നത് നമ്മുടെ സമകാലിക സമൂഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലും കൂടിയാണ്. ഇങ്ങനെയൊരു സാഹിത്യ ലോകത്തിൽ
മറ്റ് ഭാഷകളിലെ സാഹിത്യത്തെ അറിയാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ പേഴ്സണലായി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹിത്യങ്ങളെ അടുത്തറിയാനും അതിൻ്റെ അനുവാദിതമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. നമുക്കറിയാം ഈ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തനം എന്നത് പലതരത്തിലുണ്ട്. നമ്മൾ പഠിപ്പിക്കാറുണ്ട് വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ളത്, അതുപോലെ അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും സമൂഹത്തെയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിവർത്തനം എന്നതുള്ളത്. അതുപോലെ തന്നെ മനോഹരമായ ഈ വിവർത്തനങ്ങൾ നമുക്ക് ആ സമൂഹത്തെയും അവരെയും പഠിക്കാനുള്ള വലിയൊരു അവസരമാണ്. ഇവിടെ സോക്രട്ടീസ് സാറ് പറഞ്ഞതുപോലെ തന്നെ വിവർത്തകരെ ഒരിക്കലും എൻ്റെ മനസ്സിൽ അവരെ ഒരു രണ്ടാം തരമായി ഞാൻ കണ്ടിട്ടില്ല. നല്ല നല്ല വിവർത്തനങ്ങൾ അതെപ്പോഴും സമൂഹത്തെ പ്രബുദ്ധരാക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഇതുപോലൊരു സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് വിവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി തയ്യാറായതിന് ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വളരെ അഭിമാനം തോന്നുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ ഒരു ദ്വിദിന സെമിനാർ നടത്തി നമ്മളെ പ്രബുദ്ധരാക്കാനായിട്ട് നമുക്ക് സാധിച്ചതിന് ആദ്യമായി തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു സെമിനാറിൻ്റെ സമ്മേളന അധ്യക്ഷനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ് സാർ, വളരെ സാഹിത്യത്തെ വിലമതിക്കുന്ന അദ്ദേഹം വിവർത്തനത്തെക്കുറിച്ചും അതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും എന്നാൽ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഹൃദ്യമായിട്ട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് മധ്യപ്രദേശ് കഥകൾ എന്ന ഈ പുസ്തകത്തിൻ്റെ റിലീസിങ് നടത്തി മെസ്സേജ് നൽകിയ പാലാരൂപതയുടെ പ്രോട്ടോസിൻജലോസ്, അതുപോലെ തന്നെ ഈ കലാലയത്തിൻ്റെ മാനേജരും കൂടിയായ റവറൻറ്റ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലച്ചനും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ പുസ്തകം സ്വീകരിച്ച് അതിന് ഒരു നല്ല മെസ്സേജ് നൽകി അദ്ദേഹം പറഞ്ഞു, വിവർത്തകരെ നമ്മൾ സെക്കൻഡായി കാണും. ശരിയാണ്, അവർക്കൊരു സ്ഥാനം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എഴുതുന്നവർ റൈറ്റേഴ്സിനെ പോലെ കിട്ടുന്നില്ല. പക്ഷെ അത് നന്നായി നടത്തിയാൽ തീർച്ചയായും കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. മനോഹരമായൊരു മെസ്സേജ് നമുക്ക് നൽകിയ പ്രസിദ്ധ സാഹിത്യകാരനായ സോക്രട്ടീസ് കേവാലത്തിന് ഞാൻ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തി ഓൺലൈനിൽ കൂടിയാണെങ്കിലും വളരെ മനോഹരമായി നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാൻ വളരെ സുന്ദരമാണെന്ന് നമ്മൾ കേട്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കൂടി നമുക്ക് മനസ്സിലായി. ഓൺലൈനിൽ കൂടി നമുക്ക് മനോഹരമായൊരു മെസ്സേജ് നൽകിയ ഈ ഭാഷാ സമന്വയ വേദിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസർ HOD ആയി വിരമിച്ച ഡോക്ടർ ആർസുവിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഇൻട്രൊഡക്ടറി മെസ്സേജ് നൽകിയ ഡോക്ടർ പുഷ്പേന്ദ്ര ദുബെ, അദ്ദേഹം ഒരു റൈറ്ററാണ് ഹിന്ദിയുടെ, അതുപോലെ തന്നെ ഇതിൻ്റെ കൺസൾട്ടന്റ് എഡിറ്ററാണ്. അദ്ദേഹം ഇൻഡോർ യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദിയുടെ പ്രൊഫസറാണ്. डॉक्टर पुष्पेंद्र दुबे जी, आपको आपकी अनुग्रहित भाषण के लिए तहे दिल से मैं धन्यवाद अदा करती हूँ. അതുപോലെ തന്നെ ഈ ബുക്കിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച ഡോക്ടർ ഷീന ഈപ്പൻ, ഇവിടുത്തെ PhD സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ തന്നെ ബോർഡിൽ നോക്കുമ്പോൾ ഈ പേരുകളെല്ലാം അവിടെ ഉണ്ട്, നമുക്ക് സുപരിചിതരാണ്. ഡോക്ടർ ഷീന ഈപ്പനും മനോഹരമായി ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും ഹൃദ്യമായിട്ട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനി ഇതിന് ഫെലിസിറ്റേഷൻസ് പറയാൻ പലരുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ മൂലം സാധിച്ചില്ല. അവർക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കി തോമസ്, ഡോക്ടർ തോമസ് V മാത്യു IQAC കോർഡിനേറ്റർ, ഡോക്ടർ സോജൻ പുല്ലാട്ട് HOD മലയാളം, ഡോക്ടർ ജോബി മാത്യു HOD ഇംഗ്ലീഷ്, ഇവർക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും പാലാ
ജേർണലിൻ്റെ രണ്ട് വാല്യങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ 3 ബുക്കുകളുമായി ഇത്രയും കാര്യമായിട്ട് നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്ന, അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളിൽ ഡോക്ടർ അനീസ് സിറിയക്കിനോടൊപ്പം വളരെയധികം പ്രവർത്തിച്ച തോമസ് കറിയ സാറിനും ഏറ്റവും ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുന്നു. വിവിധ കോളേജുകളിൽ നിന്നും പല വിഷയങ്ങളിലായിട്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ വ്യക്തികൾക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും കോമ്പയറിംഗ് നടത്തുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഞാൻ മാറ്റിവെച്ചതും അവസാനത്തേതുമായ കാര്യം ഏറ്റവും വലുതായതുകൊണ്ട് അത് ഞാൻ അവസാനത്തേക്ക് വെച്ചതാണ്. എൻ്റെ സഹപ്രവർത്തകനും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കരുത്തുമായ ഡോക്ടർ അനീസ് സിറിയക്കാണ് ഈ ഒരു സെമിനാർ നടത്താൻ വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്യുകയും മുൻകൈ എടുക്കുകയും ചെയ്തത്. സിസ്റ്ററെ, ജനുവരി 6-ാം തീയതി നമുക്ക് ഈ മീറ്റിംഗ് വെക്കാം എന്നൊരു കാര്യം എന്നോട് ചോദിച്ചതേ ഉള്ളൂ. ചെയ്തോ സാറേ, എല്ലാം വളരെ ഭംഗിയായി നടക്കും എന്ന് പറയേണ്ട ആവശ്യം മാത്രമേ എനിക്കുണ്ടായുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഡോക്ടർ അനീസ് സിറിയക്കാണ് ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റായിട്ട് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ജയശങ്കർ സാറും ഉണ്ടായിരുന്നു. 2 പേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും ഈ സെമിനാർ തുടരുകയാണ്. ഇതിൻ്റെ എല്ലാ പ്രബന്ധ അവതരണങ്ങൾക്കും മറ്റുമുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. उद्घाटन समारोह यहाँ समाप्त हुई है। आगामी सत्रों में अनुवाद के माध्यम से राष्ट्रीय एकता पर पत्र प्रस्तुति करेंगे। अभी चाय के अंतराल है। ठीक 12 बजे आप सभी यहाँ उपविष्ट होने का अनुरोध करती हूँ।